ഓൾ ഇന്നത്തെ KBCയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയ എന്റെ ബയോട്ടോറിയം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നല്ലൊരു ദിവസം നമുക്ക് നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കാം. താങ്ക് യു ഓൾ. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുജാമോൾ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. എന്റെ ലീഡർ യുനസാറാണ്. 6 മാസമേ ആയിട്ടുള്ളൂ ബയോട്ടോറിയം ഫാമിലിയിലേക്ക് വന്നുവെങ്കിലും നല്ല നല്ല അച്ചീവ്മെന്റുകൾ നേടിയെടുക്കാനും ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞങ്ങൾ ആലപ്പുഴക്കാർ വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവരുടെയും ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോയും വീഡിയോയും ഓപ്പൺ ആയി തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത് നമ്മളൊന്ന് കൈകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു റെഡ് വര വന്ന് വീഴും. അങ്ങനെ വീഴുന്ന സമയത്താണ് നമ്മുടെ വീഡിയോയും ഓഡിയോയും ഓഫ് ആകുന്നത്. അത് നമ്മുടെ കുടുംബാംഗങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അധ്യാപകൻ പറയുമ്പോൾ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. അതേപോലെ വേണം നമ്മൾ ഇന്നിവിടെ ഇരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഡിസിപ്ലിനുകൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഓഡിയോയും വീഡിയോയും ഓഫ് ചെയ്ത് തന്നെ ഇരിക്കണം. അതായത് നമ്മുടെ ഡ്രസ് കോഡ്, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, മേൽവസ്ത്രം നമ്മുടെ കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കണം. വീഡിയോയില് നമ്മളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് സൈഡിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് അറിയില്ല. വീട്ടുകാർ എഴുന്നേറ്റ് വരുന്ന സമയമാണ്. ആയതിനാൽ എല്ലാവരും വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുകയോ മറ്റെന്തെങ്കിലും കാര്യമോ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു അധ്യാപകന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കുട്ടികൾ ഇരിക്കുന്നത് അതേപോലെ തന്നെ വേണം. അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം കൂടിയാണ്. ഇത് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂം പ്രോഗ്രാമിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത് KBCയുടെ ചെയർമാനും 4.5 കോടിക്ക് മുകളിൽ സമ്പാദിച്ച് നമുക്കെല്ലാം വഴികാട്ടിയായിരിക്കുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡറും മെന്ററും മോട്ടിവേറ്ററും കൂടിയായ തൃപ്പൂണിത്തറയിൽ നിന്നുള്ള KBCയുടെ വൺ ആൻഡ് ഓൺലി മനോജ് സാറാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജാമൻ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. ഓരോ സുപ്രഭാതങ്ങളും നമുക്ക് ഓരോ പുനർജന്മങ്ങളാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. വീഡിയോ ഓൺ ചെയ്തവരുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ വലിയൊരു സൂര്യൻ അല്ലെ ഉദിച്ച പോലെ സൂര്യ തേജസ്സോട് കൂടിയിട്ട് നമുക്ക് ഈ സുപ്രഭാതത്തെ വരവേൽക്കാനും ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതിന് ദൈവത്തിന് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി രേഖപ്പെടുത്താം. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ തുടങ്ങാം. നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നന്ദി ഉണ്ടാകുക, കടപ്പാട് ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ജീവിത വിജയം എന്ന് പറയുന്നത് അല്ലെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ രാവിലെ എഴുന്നേറ്റ് അല്ലെ ആ കട്ടിൽ ഇരുന്നിട്ട് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത് അല്ലെ നമുക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ടായിരിക്കണം. അവർ ജീവിച്ചിരിപ്പുണ്ടാവാം, ഇല്ലാതിരിക്കാം അല്ലെ. അതിനുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുക. അതിനുശേഷം ദൈവത്തിലേക്കുള്ള വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താം. അതിനുശേഷം അല്ലെ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും കൂട്ടുകാരോടും സുഹൃത്തുക്കളെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവര് നമുക്ക് തന്ന ആ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്ദി രേഖപ്പെടുത്താം. അതിനെല്ലാം നന്ദിയിലൂടെയാണ് നമുക്ക് തുടങ്ങേണ്ടത്. താങ്ക്സ് അല്ലെ, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെ നന്ദികൾ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് നിങ്ങൾക്ക് മാറുമ്പോൾ നിങ്ങളിലേക്ക് നന്ദിയും അല്ലെ സ്നേഹവും സന്തോഷവും ഈ പ്രകൃതിയുടെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് ഈ പ്രകൃതി ചൊരിയുന്നു എന്നുള്ളതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതെല്ലാം നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെ നേരെ ഓപ്പോസിറ്റ് ഫലങ്ങൾ തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ. അച്ഛനും അമ്മേനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കെന്താ തന്നത്, അവനല്ലേ കൂടുതൽ സ്വത്ത് കൊടുത്തത് അല്ലെ, എനിക്കൊന്നും തന്നില്ലല്ലോ, ഞാനല്ലേ നിങ്ങളെ നോക്കിയത്. അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ. ഇതൊന്നുമല്ല പ്രശ്നം. എല്ലാത്തിനും നന്ദി പറയുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്തവരോടും നന്ദി പറയുക, പൊറുക്കുക എന്നുള്ളതാണ്. പൊറുക്കാനും മറക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ ഔന്നത്യത്തിലേക്ക് എത്തുകയുള്ളൂ അല്ലെ. തെറ്റ് ആർക്കും സംഭവിക്കാം. തെറ്റ് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും ക്ഷമ ചോദിക്കുക.
മനസ്സിലൂടെയെങ്കിലും നിങ്ങൾ ക്ഷമ ചോദിക്കുക. നേരിട്ട് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലായ മനസ്സുകൊണ്ട് അവരോട് ഞാൻ തെറ്റ് ചെയ്തു പോയോണ്ട് ഞാൻ ക്ഷമിക്കുന്നു, അല്ലെ? അന്ന് നിങ്ങൾ 100 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ മതി. അദ്ദേഹത്തോട് നേരിട്ട് കണ്ട് പറയാൻ പറ്റിയില്ലെങ്കിലും നോ പ്രോബ്ലം. അതുകൊണ്ട് നല്ലൊരു മനസ്സിന്റെ ഉടമയാകുക എന്നുള്ളതാണ് ആദ്യം വിജയിക്കാനുള്ള രഹസ്യം എന്ന് പറയുന്നത്. എന്തായാലും ഞാനിത് പറയാൻ കാരണം എല്ലാവരും മുഖത്ത് നല്ല സന്തോഷമുണ്ട്, അതുകൊണ്ട് നല്ലൊരു സൂര്യ തേജസ് വന്നിട്ടുണ്ട്. കാരണം എന്താ കാരണം? കാരണം ഒന്നേ ഉള്ളൂ, നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ എല്ലാം അല്ലെ മുഖ്യ കാരണം എന്ന് പറയുന്നത്. വി ആർ ഇൻ ഈ ബയോട്ടോറിയം, അല്ലെ? അതാണ് നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ ആയിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ വേദനയും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ആവലാദികളും, അല്ലെ, ചോദ്യചിഹ്നങ്ങളും ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്. പണം മാത്രമല്ല ഇവിടെ, മനസ്സിലായ, അല്ലെ? ഈ ബയോട്ടോറിയത്തിന്റെ ഒരു കൂട്ടായ്മയുണ്ട് ഇവിടെ, ഒരു സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ഇവിടെ, അല്ലെ? ഒരു സ്നേഹബന്ധമുണ്ട്. സുജമോളൻ ഇവിടെ എന്താ സംസാരിച്ചത്, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അത്, ആ വാക്കുകൾ, അല്ലെ? എന്റെ ബയോട്ടോറിയം കുടുംബാംഗങ്ങളെ ഞാൻ ഇതിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതായിട്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ രക്തബന്ധത്തെക്കാൾ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, അല്ലെ, ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകൾ. ഇതാ ഗീതാ പ്രകാശ് ഒക്കെ കൂടി ഇരിക്കുന്നുണ്ട്, അല്ലെ? സുജമോൾ ഇരിക്കുന്നുണ്ട്, നൈന മേഡം ഇരിക്കുന്നുണ്ട്, അലീം പേ ഇരിക്കുന്നുണ്ട്, അല്ലെ? തമ്പി സാർ ഉണ്ട്, അല്ലെ? ഭാസ്കരൻ മാഷ് ഉണ്ട്, അല്ലെ? വീഡിയോ ഓണാക്കിയവരുടെ പേര് മാത്രം ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരെയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഗീത സുരേഷ് ഉണ്ട്, എന്റെ പേര് പറഞ്ഞില്ല എന്നുകൊണ്ട് മുഖമൊക്കെ വാടിയിരിക്കുകയാണ് ഇപ്പൊ. ഇപ്പൊ ചിരിക്കുന്നുണ്ട് എന്തായാലും. അപ്പോ അനിൽ സാർ ഉണ്ട്, അല്ലെ? ഇവരെയൊന്നും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെ? അതിനൊക്കെ ഇടയാക്കിയത് നമ്മളെ ബയോട്ടോറിയം തന്നെയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളെക്കാൾ, രക്തബന്ധങ്ങളെക്കാൾ സ്നേഹത്തോട് കൂടിയിട്ട്, ഒരു കൂട്ടായ്മയോട് കൂടിയിട്ട് എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്ത് എന്താവശ്യം വന്നാലും നമ്മുടെ കൂടെ ഒരു കുടുംബമുണ്ട്, അല്ലെ, എന്നുള്ള ഒരു തോന്നലാണ് നമ്മൾക്ക് ഇത്രയും സന്തോഷവും ആവേശവും പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നത് സുഹൃത്തുക്കളെ. അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ബയോട്ടോറിയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെ? നമുക്കറിയാം, പഴയ മൊബൈൽ വന്നപ്പോ ആദ്യത്തെ മൊബൈൽ ഏതായിരുന്നു? അന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്ന മൊബൈൽ ഫോണാണ് നോക്കിയ ഭയങ്കര. നോക്കിയ മേടിച്ചില്ല എന്നാ ചോദിക്കുക എല്ലാവരും, അല്ലെ? വേറെ എന്തെങ്കിലും മേടിച്ചാൽ പറയോ നോക്കിയ ബെസ്റ്റ് ആണ് കേട്ടാ, നോക്കിയ മേടിച്ചോ എന്ന് പറയും, അല്ലെ? പഴയ ആളുകൾക്കൊക്കെ അറിയാം, പുതിയ തലമുറക്കൊന്നും നോക്കിയൊന്നും അറിയില്ല. അപ്പോ ഇന്ന് നോക്കിയ എവിടെയെങ്കിലും കാണാനുണ്ടോ? ഇന്ന് നോക്കിയ പോലും കാണാനില്ല, അല്ലെ? അന്ന് നോക്കിയ ആയിരുന്നു എല്ലാവരുടെയും പോക്കറ്റിൽ. ഇന്ന് നോക്കിയ പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. അത് മാറിയില്ല എന്നുള്ളതാണ്, അവര് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കാറിന്റെ മേഖലയിൽ പഴയ കാറായിരുന്നു. ഏത് കാറായിരുന്നു? അംബാസിഡർ കാറായിരുന്നു അന്നത്തെ കാലത്ത്, അല്ലെ? വീട്ടിലൊക്കെ പഴയ ആളുകൾ തറവാട്ടിലൊക്കെ, അല്ലെ, തറവാടിത്തുള്ള ആളുകൾ വീട്ടിലൊക്കെ അന്ന് ഉണ്ടാകുക അംബാസിഡർ കാറാണ്. ആ അംബാസിഡർ കാർ വന്ന ഭയങ്കര ഗവയാണ് അന്നത്തെ കാലത്ത്, അല്ലെ? പഴയ സിനിമകളൊക്കെ കണ്ടില്ലെങ്കിൽ അംബാസിഡർ കാറിൽ ഇങ്ങനെ വരുന്നത്. ആ കാറ് ആ കമ്പനി അപ്ഡേഷൻ ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ട് എന്തായി? അവര് വാഷ് ഔട്ടായി. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ വാഷ് ഔട്ട് ആവും, ഈ സമൂഹത്തിൽ നിന്ന് വാഷ് ഔട്ട് ആവും, അല്ലെ? ഫീൽഡിൽ നിന്ന് വാഷ് ഔട്ട് ആവും, എല്ലായിടത്തും നമ്മൾ വാഷ് ഔട്ട് ആവും. കാറ് മാറി ഇപ്പൊ എന്തെല്ലാം കാറുകൾ വന്നിരിക്കുന്നു, ഇല്ലേ? സൂപ്പർ പ്രീമിയം കാറുകൾ. അതാണ് ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേഷൻസ് കൊണ്ടുവന്നിരിക്കാം. പഴയ കാലത്ത് ഒരാളെ ഫോൺ ചെയ്യണമെങ്കിൽ നമ്മൾ ബൂത്തിൽ പോയി ക്യൂ നിൽക്കണം, ഇല്ലേ? എത്ര നേരമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ഒരു കണ്ണാടി കൂട്ടിനകത്ത് കയറിയിട്ട്, ഇല്ലേ? എന്നിട്ട് അവിടെ ബില്ലടിച്ച് ഇങ്ങനെ വരും, ഇല്ലേ? അറിയാലോ, മറന്നുപോയി ഇതൊക്കെ. ഇന്ന് വല്ലതും ഉണ്ടോ? ഇന്നൊന്നും വേണ്ട, അല്ലെ? ഏത് പാതിരാത്രിക്ക് നമുക്ക് ഫോൺ ചെയ്യാം. നമ്മളിപ്പോ ഈ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന് എന്തെല്ലാം ഗുണങ്ങളാണ്. ഫോൺ വിളിക്കാനാണോ മൊബൈൽ ഫോൺ? ഫോൺ വിളിക്കുക എന്ന് പറയുന്നത് അതിന്റെ ചെറിയൊരു 1% മാത്രമാണ് അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെ? ബാക്കി 99% ഉപയോഗങ്ങൾ മറ്റു പല കാര്യങ്ങളും നമുക്ക് ഫോൺ കൊണ്ട് ഒരു ക്യാമറയുടെ ഉപയോഗം ഇതുകൊണ്ട് നടത്താൻ പറ്റും, ഇല്ലേ? ഫോട്ടോ എടുക്കാൻ ഇന്ന് ഫോട്ടോക്കാരെ വിളിക്കുന്നുണ്ടോ? നമ്മൾ തന്നെ ടൂർ പോയ പാവങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ സാറേ എന്ന് പറഞ്ഞ് വരാറുണ്ടല്ലേ? നമുക്ക് വേണ്ട ഒഴിവാക്കും, അല്ലെ? ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്ന് എവിടെയാ ഫോട്ടോ, ഇല്ലേ? എല്ലാം നമ്മൾ തന്നെ ക്യാമറയായിട്ട് ഇത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് ഇത് വർക്ക് ചെയ്യും, ഇല്ലേ? വർക്ക് ചെയ്യില്ലേ മൊബൈല്? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുടെ മൊബൈൽ. അത് അപ്ഡേഷൻസ് ആണ്. അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ജീവിത വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്ഡേഷൻസിന്റെ കൂടെ ആരൊക്കെ സഞ്ചരിക്കുന്നുവോ അവരാണ് ജീവിതത്തിലേക്ക് എത്തുള്ളൂ. അപ്ഡേഷൻസ് വരുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് അവരൊന്നും സക്സസിലേക്ക് പോകുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് ഉള്ളവരല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. അപ്ഡേഷൻസ് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
അപ്ഡേഷൻസ് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക്, വലിയ വലിയ സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയും പോലെ പഴയ കാലത്തിലെ ബാർട്ടർ സിസ്റ്റത്തിൽ അരി കൊടുത്ത് തേങ്ങ വാങ്ങലും, തേങ്ങ കൊടുത്ത് ചക്ക വാങ്ങലും, ഇല്ലേ, ചക്കയും തേങ്ങയും കൊടുത്ത് മീൻ വാങ്ങുകയും, ഇല്ലേ, ഒക്കെ ചെയ്യുന്ന ആ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് നാണയങ്ങളിലേക്ക് ലോകം മാറിയപ്പോ, ഇല്ലേ, നാണയങ്ങൾ കൊണ്ടു നടക്കാൻ വലിയ ചാക്കിൽ കെട്ടി കൊണ്ടു നടക്കേണ്ട അവസ്ഥാവിശേഷം വന്നപ്പോ അവിടെയും മാറ്റങ്ങൾ വന്നു, ഇല്ലേ, നോട്ടുകൾ വന്നു, കറൻസികൾ വന്നു, ഇല്ലേ. അത് കഴിഞ്ഞിട്ട് ബാങ്ക് വന്നു. ബാങ്ക് വന്നപ്പോ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആളുകൾ അയ്യോ ബാങ്ക് കൊണ്ടിട്ടാൽ കാശ് പോയാൽ എന്ത് ചെയ്യും, ആരോട് ചോദിക്കുന്നായിരുന്നു അന്നത്തെ സങ്കടം, അല്ലേ. പിന്നെ ആളുകൾക്ക് വിശ്വാസം വരാൻ തുടങ്ങി. പിന്നെ ബാങ്ക് വന്നു. ബാങ്ക് കാശ് കൊണ്ടിട്ടാൽ നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കാശ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, ഇല്ലേ. ഒരു 4 മണിക്ക് ശേഷം ഒരു രോഗി ആശുപത്രിയിൽ കൊണ്ടുപോയാലും പോലും കാശ് എടുക്കാൻ പറ്റില്ല. എത്ര ലക്ഷങ്ങളും കോടികളും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടങ്ങളും തൊടാൻ പറ്റില്ല. പിന്നെ ATM-കളൊന്നും, ഇല്ലേ. ഇന്നിപ്പോ ATM-കളും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഇന്ന് ആരെങ്കിലും ATM-ൽ പോകുന്നുണ്ടോ തമ്പി സാറേ? ഒരാൾ പോലും പോകുന്നില്ല. അവിടെ പട്ടികൾക്ക് കിടക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് ATM, അല്ലെ. ATM-ന് പകരം ഇപ്പോ ഓൺലൈൻ സിസ്റ്റം വന്നു. എല്ലാം ഓൺലൈൻ, എല്ലാം വിരൽ തുമ്പിലൂടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആരുടെ അക്കൗണ്ടിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്ക്, ഏത് പാതിരാത്രിയിലും എത്ര കോടാനുകോടി രൂപയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പൊ മാറ്റങ്ങൾ കൊള്ളാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്ന ആ സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങളുടെ, ഇല്ലേ, രീതിയിലാണ് എന്ത് സംഭവിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി ലോകത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓക്കാനവും ഛർദിയും ഉച്ചവും വരുന്ന ചില ഒരു സമൂഹം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ. നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓ എന്റെ സലീം ഖാൻ, നിങ്ങൾക്കൊക്കെ ഇതിന് പെട്ടുപോയോ എന്ന് ചോദിക്കും ആളുകൾ. ഇന്നും തെറ്റിദ്ധരിക്കപ്പെട്ട ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ലോകം അംഗീകരിച്ച ഒരു ഇൻഡസ്ട്രിയാണ്. വരും കാലങ്ങളിൽ ഈ ഡയറക്ട് സെല്ലിംഗിന്റെ കുലപതികളായിട്ട് മാറുന്നത്, ലോകം അറിയപ്പെടുന്ന, ഇല്ലേ, ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നത്, ലോകത്തെ നയിക്കുന്ന സാമ്പത്തികമായ വലിയ ഉയർച്ചയുണ്ടാകുന്നത് ഈ ഡയറക്ട് സെല്ലിംഗിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും എന്നുള്ള ഒരു സത്യം തിരിച്ചറിയണം. പലർക്കും ഇത് അറിയാൻ വൈകുന്നോണ്ടാണ്, ഇല്ലേ, ഈ പറഞ്ഞ അംബാസഡർ കാറായിട്ട് അവരവിടെ തന്നെ കിടക്കും. ഈ നോക്കിയ ഫോണായിട്ട്, ആർക്കും വേണ്ടാത്ത നോക്കിയ ഫോണായിട്ട് അത് അവിടെ തന്നെ ഷെൽഫിലുണ്ടാവും. മനസ്സിലായ? ആരൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ അവർ ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരും. അങ്ങനെ വരുന്ന ആളുകളാണ് ഒരു കൂട്ടായ്മയാണ് ഈ സുപ്രഭാതത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും. നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഒരിക്കൽ കൂടി ഹാർദമായി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രി, കാലത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ കാലം നിങ്ങളെ മാറ്റും. അതാണ്, നിങ്ങളെ ഈ യവനികൾക്കുള്ളിൽ നിന്ന് മാറ്റി അങ്ങോട്ട് നിർത്തും. മനസ്സിലായ? അതുകൊണ്ട് നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ, ഇല്ലേ. ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങണം. ഭൂമിയിലേക്ക് വന്ന വിരുന്നുകാരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, അല്ലേ. കുറച്ചു നാളത്തേക്ക് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരാറുണ്ടല്ലേ, അവരെയൊക്കെ എന്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ സൽക്കരിക്കും. അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കൾ ഈ പ്രകൃതിയും നിങ്ങളെ സൽക്കരിക്കുന്നുണ്ട്. ഇവിടെ പ്രകൃതി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ, ഇല്ലേ, സൽക്കാരം എന്തെല്ലാം രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ പ്രകൃതി തരുന്നു, ഇല്ലേ. കാലാവസ്ഥകൾ മാറുന്നു, വസന്തവും ഹേമന്തവും ശിശിരവും, ഇല്ലേ, മാറി മാറി വന്ന് നമ്മളെ പുൽകുമ്പോ, ഇല്ലേ, നമ്മളിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും ഒക്കെ ഈ പ്രകൃതി തരുന്നതാണ്. പ്രകൃതി ശക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ വിരുന്നുകാരാണ് നമ്മള്. വിരുന്നുകാർ ഇവിടുന്ന് പോകേണ്ടവരാണ്. വിരുന്നുകാര് വീട്ടിൽ വന്നാൽ അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോയാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ചിത്രം, ഇല്ലേ, ഒരു മഴവില്ല് പോലെ ഒരു മനോഹാരിത ചാർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവും, ഇല്ലേ. നേരെ മറിച്ച് അവർ വന്ന് കുറെ കുസൃതിതരങ്ങളും തോന്നിയാസങ്ങളും കഴിച്ച് എന്തെങ്കിലും കളിച്ചിട്ടല്ലേ, എന്തെങ്കിലും നശിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് പോയാലോ എന്തായിരിക്കും ഉണ്ടാകുക, അല്ലേ. അവരോട് ഒരു വെറുപ്പും പകയും വിദ്വേഷമൊക്കെ തൽക്കാലമെങ്കിലും മനസ്സിലുണ്ടാവും, സ്ഥിരമായിട്ടില്ലെങ്കിലും. എന്നാലും അങ്ങനെ ചെയ്തില്ലേ എന്നോ, ഇല്ലേ. അതുപോലെയാണ് ഇവിടെയും. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഒരു വിരുന്നുകാരനായിട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോ ഇവിടെ സന്തോഷം വിതറിക്കൊണ്ട്, ഇല്ലേ, ബാക്കി വരുന്ന നമ്മുടെ തലമുറകളിലേക്ക് സന്തോഷം വിതറിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ നിന്നും ഓർക്കുന്ന രീതിയിൽ മാറി
പോകാൻ വേണ്ടി ഇവിടുന്ന് സാധിക്കണം. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ട്രോങ് ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആവേശത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അല്ലാണ്ട് ഇത് നാലാളെ ചേർക്കുന്ന ഒരു പ്രോഗ്രാം അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുമ്പോ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിന് തെളിയിച്ചൊരു ഇൻഡസ്ട്രിയാണ്. സാധാരണക്കാരനെ അസാധാരണക്കാരൻ ആക്കാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ, അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നിങ്ങൾക്ക് വിജയിക്കണം, നേടണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് വാനോളം ഉണ്ടെങ്കിൽ, എവറസ്റ്റ് കൊടുമുടിയോളം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഒരു കാരണവശാലും തകർക്കാനോ തളർത്താനോ സാധിക്കാത്ത, നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവൻ നേടിത്തരാൻ വേണ്ടി സാധിക്കുന്ന, എത്ര വലിയ സ്വപ്നങ്ങളും നേടിത്തരാൻ വേണ്ടി സാധിക്കുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയെ ലോകത്തുള്ളൂ. സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, പണക്കാരന്റെ അല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ, മിഡിൽ ക്ലാസ്സുകാരന്റെ എന്ത് സ്വപ്നവും നേടിത്തരാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ ലോകത്തിൽ, അതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിലെ ഏറ്റവും നമ്പർ സൂപ്പർ കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അതിൽ നമ്പർ 1 കമ്പനിയാണ് ഈ ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ. ഒരു കമ്പനി നല്ലതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ ഒരു 3-4 പീകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എന്നുള്ളതാണ്, അല്ലെ. നിങ്ങൾ ഒരു അസുഖമായി ഡോക്ടറെ അടുത്തേക്ക് നിങ്ങൾക്ക് എന്താ ആരോഗ്യം പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെയാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്? ചില ടെസ്റ്റുകൾ നടത്തുന്നു, അല്ലെ, എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം ഉണ്ടോ എന്ന്, അല്ലെ. അതുപോലെ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നിരവധി കമ്പനികൾ വരും, എല്ലാം നല്ല തന്നെയാണ്. പക്ഷെ അതിൽ മികച്ചത് തിരഞ്ഞെടുക്കണം, അല്ലെ. തമ്പി സാർ എത്ര പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, അല്ലെ, എന്നിട്ടോ കണ്ടതിനൊക്കെ കല്യാണം കഴിച്ച അതിൽ മികച്ചതിനൊന്ന് സെലക്ട് ചെയ്തു, അല്ലെ. തമ്പി സാറ് പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചിട്ടാ, ഞാൻ തമാശ പറഞ്ഞു. അപ്പോ അല്ലേ തമ്പി സാറേ? അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ മികച്ചതിനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, തമാശ പറഞ്ഞ രാവിലെ എല്ലാവരും ഗൗരവത്തിൽ ഇരിക്കുന്നില്ല, അതുകൊണ്ട് ചിരി ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞ, സോറി. അപ്പോ ഞാൻ പറഞ്ഞ മികച്ചതിനെ നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. മികച്ചതിനെ സെലക്ട് ചെയ്യുക. എവിടെ പോയാലും നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, അല്ലെ. തുണിക്കടയിൽ പോയാലും നല്ല സാരി തന്നെ സെലക്ട് ചെയ്യും. പക്ഷെ കാശില്ലാതെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കും, ഇല്ലേ. അവസാനം വില കുറഞ്ഞത് എടുക്കും. പക്ഷേ ഡയറക്ട് സെല്ലിംഗിൽ വന്നാൽ നമുക്കിവിടെ നോ കോംപ്രമൈസ്, എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥ വിഷയം. ഞാൻ പറഞ്ഞു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലകളിൽ നിരവധി കമ്പനി ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ബയോട്ടോറിയത്തെ ചൂസ് ചെയ്തിരിക്കുന്നു, അല്ലെ. ആളുകൾ കളിയാക്കുന്നുണ്ട്. ഞാൻ ബയോട്ടോറിയം ചൂസ് ചെയ്തപ്പോൾ ആളുകൾ എന്തെല്ലാം കളിയാക്കലായിരുന്നു. എന്റെ മനോജ്, ഇത് ബോംബെ കമ്പനി ഇപ്പൊ പൂട്ടും കേട്ടാന്ന് പറഞ്ഞിരുന്നു. പൂട്ടും എന്ന് പറഞ്ഞ ആൾ 100 കമ്പനി പോയി, ഇതിപ്പോ 100 ഇല്ല. അയാൾ ഇപ്പോഴും പഴയ പോലെ തേരാപ്പോരാ നടക്കണത്രേ. സ്റ്റാർട്ടാവാത്ത ഒരു ബൈക്ക് കൊണ്ട് സ്റ്റാർട്ടാക്കിയിട്ട് പെട്രോളൊക്കെ ഇല്ലാത്തതുകൊണ്ട് കമിച്ച് പിടിച്ചിട്ട് ഇപ്പോഴും നിവർത്തി പിടിച്ച് അടിച്ച് വലിച്ചു പോകണത്ര ഇപ്പോഴും, മനസ്സിലായ. അതുകൊണ്ട് കമ്പനി സെലക്ട് ചെയ്യുന്നിടത്താണ് നമ്മുടെ ആദ്യത്തെ വിജയം. യുവർ ഫസ്റ്റ് വിന്നർ മൈൻഡ് സെറ്റ് തന്നെ കമ്പനി സെലക്ട് ചെയ്യുന്നിടത്താണ്. അങ്ങനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചില ദുഷ്ടശക്തികൾ വരും. നിങ്ങളെ ഇങ്ങോട്ട് വാ, ഇവിടെ ആനയുണ്ട്, ഇവിടെ തേങ്ങയുണ്ട്, ഇവിടെ മറ്റേ ചേനയുണ്ട്, നിങ്ങൾ മനസ്സിലായ, ഇവിടെ തേനും പാലും ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചില ആളുകളുണ്ടല്ലോ, കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ എന്നാൽ അതിലും നോക്കാം, ഇതിലും നോക്കാം. ഒരു കർഷകന്റെ മനസ്സോടെ ഇഞ്ചി കൃഷിയും പച്ചക്കറി കൃഷിയും ചേനക്കൃഷിയും വാഴക്കൃഷിയും ചേമ്പ് കൃഷിയും തെങ്ങ് കൃഷിയും ഇല്ല റബ്ബർ കൃഷിയും ഒന്നും ചെയ്യാൻ വേണ്ടി പോകരുത്. ഒരു കൃഷിയിൽ ഏർപ്പെട്ടാൽ മതി, ഇല്ലേ. അത്രയും സ്ട്രോങ് ആണ് ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അപ്പോ 3-4 പീകൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് പി ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പ്രൊഫൈൽ ശ്രദ്ധിക്കണം, ആ കമ്പനിയുടെ പ്രൊഫൈൽ ശ്രദ്ധിക്കണം. രണ്ടാമതിന്റെ പ്രൊഡക്റ്റ് ശ്രദ്ധിക്കണം. മൂന്നാമതിന്റെ പ്ലാൻ ശ്രദ്ധിക്കണം. നാലാമതിന്റെ പേ ഔട്ട് ശ്രദ്ധിക്കണം, ഇല്ലേ. അഞ്ചാമത് അതിന്റെ കുറച്ച് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോ നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കിയാൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ നേടിയ ഒരു കമ്പനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഡയറക്ട് സെല്ലിംഗിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയ കമ്പനി ഇത് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. വേറെ എന്താ വേണ്ടത്? ഒരേ തമ്പി സാറേ, വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ട്, ഇതുണ്ടോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലിങ്ക് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇപ്പൊ വരാട്ടാന്ന് പറയും, മനസ്സിലായ. ഇത്രയും നല്ലൊരു കമ്പനിയുടെ പ്രൊഫൈൽ പിന്നെ എന്ത് വേണം, ഇല്ലേ. ഇന്ത്യയിലെ VVIPs 13 സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ഉപയോഗിക്കുന്നു. നിരവധി MP-മാർ, MLA മാർ, സംസ്ഥാന മന്ത്രിമാർ, VVIPs, IAS ഓഫീസർ, IPS ഓഫീസർ മുതൽ ഡോക്ടേഴ്സ് മുതൽ സാധാരണക്കാർ മുതൽ ഉപയോഗിക്കുന്നത് വെറുതെ വീട്ടിലിരുന്ന് വാചകടിക്കണല്ല. വിത്ത് വീഡിയോ പ്രൂഫ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുമോ? അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അല്ലേ. അപ്പോ കമ്പനിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ഇല്ലേ.
പിന്നെ പ്രൊഫൈൽ നോക്കുമ്പോൾ അതിന്റെ CMD ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ എന്തൂസിയാസം, അതിന്റെ പവർ. 24 മണിക്കൂർ, നമ്മളെക്കാൾ 24 മണിക്കൂറും അദ്ദേഹം ബയോട്ടോറിയത്തിലായിരിക്കുകയാണ്. അറിയാലോ, ഇന്നലെ ഉത്തരാഖണ്ഡിലാണ് സാറ്. അവിടെ വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ് ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ളത് സാറ് വിത്തിൻ 15 ഡേയ്സ്, 15 ദിവസത്തിനുള്ളിൽ കേരളം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഇല്ല കേട്ടാ, അച്ചീവേഴ്സിന് മാത്രമുള്ളൊരു കോർ ലീഡേഴ്സ് മീറ്റ് ആണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കമ്പനിയുടെ തട്ടിക്കൂട്ടല്ലേ ഇത് 2008 തുടങ്ങിയ കമ്പനിയാണ്. ചില കമ്പനികൾ കുറെ പ്ലാനും കുറെ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടുന്ന് കടം മേടിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് ഇത് അവാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അതിന് വേരുകൾ ഉണ്ടാവില്ല. ആ വേരുകളൊക്കെ എന്താ, ചെറിയൊരു വെയിൽ വന്നാൽ അത് ഉണങ്ങിപ്പോകും. പക്ഷെ ബയോട്ടോറിയം ഇവിടെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2008 മുതൽ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ വന്നു. പിന്നെ ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നിട്ട് ഇപ്പോ 6 വർഷമായി. 6 വർഷം കൊണ്ട് ഇവിടെ 40 വർഷവും 30 വർഷവും 25 വർഷമുള്ള കമ്പനികളെല്ലാം പിറകിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 13ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിന് മാഗസിൻ എന്ന ഓഫീസ് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതെല്ലാം കാണിച്ചു കൊടുക്കണം. അത് വീട്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തിട്ട് ഫീൽഡിൽ പോയിട്ട് കാര്യമില്ല. അത് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. വിത്ത് പ്രൂഫാണ് നമ്മൾ ഇവിടെ എല്ലാം സംസാരിക്കുന്നത്. വെറുതെ വാചകമടിയല്ല ഇത്. മനസ്സിലായ? എത്രയോ വർഷമുള്ള കമ്പനികളെ പിറകിലാക്കിക്കൊണ്ട് മത്സരത്തിൽ 13ാം സ്ഥാനത്തേക്ക് ബയോട്ടോറിയം എത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതാ പുനർജന്മം കിട്ടിയിരിക്കുകയാണ് ബയോട്ടോറിയത്തിന്. ഈ ജൂലൈ 6-ാം തീയതി ജൂലൈ 6-ാം തീയതി വരുന്ന മാറ്റം ഉണ്ടല്ലോ, അത് ബയോട്ടോറിയത്തിലെ നമ്പർ 1 കമ്പനിയാക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോളൂ സുഹൃത്തുക്കളെ. ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഡയറക്ട് സെല്ലിംഗ് ഇൻ ഇന്ത്യ എന്നുള്ള നിലയിൽ സൂപ്പർ കമ്പനിയായിട്ട് മാറാൻ വേണ്ടി പോകുന്ന ദിവസങ്ങൾ വിദൂരമല്ല. കാരണം ആ രീതിയിലേക്കാണ് നമ്മുടെ ടേൺ ഓവർ ഓൾ ഇന്ത്യ തലത്തിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതാണ് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ സ്വന്തം ഓൺ പ്രോഡക്റ്റ്, ഓൺ സോഫ്റ്റ്വെയർ ഏത് കമ്പനിക്കുണ്ട്? പല കമ്പനികളെയും ആ കമ്പനിയുടെ സാധനം, ഞാൻ പേരൊന്നും ഇവിടെ പറയുന്നില്ല, ഇവരെ സാധനം കുറെ, മറ്റവരുടെ സാധനം, ആ സാധനം, ഈ സാധനം, സ്വന്തം പ്രൊഡക്റ്റ് ഒന്നുമില്ല, സ്വന്തം പ്രൊഡക്റ്റേ ഇല്ല. പക്ഷെ നമ്മുടെ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് അതിന്റെ പയനിയർ ആണ് ബയോട്ടോറിയം. ഓൺ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. അതോടുകൂടി സപ്ലിമെന്റ്സ് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഓൺ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. അത് ലോകത്തിലെ 150 രാജ്യങ്ങളിലും 800 കോടി ജനങ്ങൾക്കും ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് ആണത്. സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത പ്രൊഡക്റ്റ് ആണത്. ആകെ ഇവിടെ 50 ലക്ഷം പേര് ആയിട്ട് ബയോട്ടോറിയം വന്നിട്ട് 5-6 കൊല്ലമായിട്ട് അതിനകത്ത് ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. പുതിയ സാധനം വന്നിട്ടുണ്ട് അല്ലേ, അത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ അങ്ങോട്ട് ചാടുക ചില ആളുകൾ. ബയോട്ടോറിയം 800 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണെന്ന്. ഇത് 50 ലക്ഷം പോലും ആയിട്ടില്ല ഇന്ത്യയിൽ. അപ്പൊ സാധ്യതയുണ്ടോ? നിങ്ങളോട് ചോദിക്കുക, എന്നോട് ചോദിക്കണ്ട കേട്ടാ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം. ചോദിച്ചു നോക്ക് ആവശ്യമുണ്ടോന്ന്. നടക്കോ കച്ചവടം? നടക്കും. ഒരു കച്ചവടം തുടങ്ങിയിട്ടില്ല. ഇത് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. സാഗർ സാറ് പറയും പോലെ പിക്ചർ അബീബി ബാക്കി ഇപ്പോഴും നാടകം തുടങ്ങിയിട്ടില്ല. കുറെ ആള് പറഞ്ഞു നാടകം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കട്ടൻ താഴ്ത്തിരി സ്ഥലം വിട്ടിരിക്കുക, ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട്. നാടകം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ക്ലിയർ ആയ? അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. VVIPs ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എത്ര 100 റിസൾട്ടുകൾ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ ആളുകൾ. ഇന്നലെ ജോണി സാറൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വീഴുകയും. അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലെ. എല്ലാം കഴിഞ്ഞിട്ട് അന്ത്യകൂദാശ കൊടുത്ത അച്ഛൻ അന്ത്യകൂദാശ കൊടുക്കുന്ന ഫോട്ടോ അദ്ദേഹം കാണിക്കുന്നില്ലേ അവിടെ. എല്ലാം കഴിഞ്ഞു കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന്. അവസാനം ഡോക്ടറോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഡോക്ടർ എന്റെ ഈ റിസ്റ്റ് ബാൻഡ് എന്റെ ചേട്ടനൊന്ന് കെട്ടി കൊടുത്തോട്ടെ. ഡോക്ടേഴ്സ് പറഞ്ഞു ഇതൊന്നും ഞങ്ങളുടെ ചികിത്സയിൽ ഇല്ലാത്തതാണ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നു. എല്ലാം കഴിഞ്ഞല്ലോ, അന്ത്യകൂദാശ കഴിഞ്ഞാൽ തീർന്നില്ല. ആ സമയത്താണ് ഇത് അയച്ച് ആ ബ്രദറിന്റെ കയ്യിൽ, സഹോദരന്റെ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അദ്ദേഹം കണ്ണ് തുറന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കണ്ണ് തുറന്നു കുറച്ച്, അല്പം വെള്ളമൊക്കെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും ICUയിൽ കയറ്റി. കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. ഇന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് 1000 കോടി നന്ദി. സാഗർ സാറിന് 1000 കോടി. എന്താ പറയാ, ഹൃദയം വിങ്ങി പൊട്ടുക എനിക്ക്. മനസ്സിലായ?
ഇതിനെല്ലാം നിമിത്തമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചല്ലോ, അതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ളതാണ്. ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താൻ. ആ മനസ്സ് അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയില്ലെങ്കിൽ ആ കുടുംബം ഇന്ന് അനാഥമാകുമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടു. കുറച്ചു മാസം മുമ്പ് ഞാൻ പാലായില് അദ്ദേഹം ഒരു പിക്കപ്പ് സെന്റർ, ജോണി സാർ ഒരു പിക്കപ്പ് സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തിച്ച അദ്ദേഹത്തെ കൊണ്ടാണ് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നത്. പുനർജന്മമാണ് സുഹൃത്തുക്കളെ. ഏത് പ്രൊഡക്റ്റിന് ഇത് കൊടുക്കാൻ വേണ്ടി സാധിക്കും? ശാസ്ത്രലോകം എഴുതി തള്ളിയ ആൾക്കാണ് പുനർജന്മം കൊടുത്തത് നമ്മൾ. എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മോശമാണോ? അതേപോലെ അവിടെ സംസാരിച്ച നമ്മുടെ മാഡം കൊല്ലത്തുള്ള ഏരിയ പെട്ടെന്ന് വിട്ടുപോയി, രാധാ മാഡം അല്ലേ? ഷിബു സാറിന്റെ ടീമിലുള്ള അവരുടെ ഹസ്ബൻഡ് ഇത് കണക്കിന് വന്ന് ഫിലിം പീരീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അവര് കൊറോണ വന്ന് എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലൊക്കെ പോയി, പല പല അസുഖങ്ങൾ വന്നു. അവസാനം എല്ലായിടത്തും കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ലാസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 10-15 ലക്ഷം രൂപ തീർന്നു. എല്ലാം കടവും കടത്തിന്റെ ബാധ്യമായിട്ട് നിൽക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടെടുത്ത് ഇനി 3 മാസം ഇനി ഉണ്ടാവുള്ളൂ, ഇനി ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട നിങ്ങൾ എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് മടുത്തു, ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കിടത്തി 3 മാസം പറഞ്ഞുകൊണ്ട് അച്ഛന്റെയും അല്ലെ മുഖത്തേക്ക് മക്കളും സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കണം മനസ്സിൽ. 3 മാസം ഇനി ഇദ്ദേഹം ജീവിച്ചിരിക്കുള്ളൂ. ഒരു ശവമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചെടുത്തി അവിടെ കിടക്കും, അങ്ങോട്ട് തിരിച്ചെടുത്തി അവിടെ കിടക്കും. വേറെ ഒന്നുമില്ല. അവിടെയാണ് സുഹൃത്തുക്കളെ, ഏതോ ഒരു സുഹൃത്ത് ആ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തപ്പോ അവർക്കുണ്ടായ മാറ്റം. ഇന്ന് പഴയ ഊർജത്തെക്കാൾ അല്ലെ ചെറുപ്പക്കാരനായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഇന്ന് സാധിക്കുന്നു. ആ കുടുംബത്തിന്റെ സന്തോഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാഡം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇനി വരുമാനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ബയോട്ടോറി അല്ലാതെ ഒന്നും ചെയ്യില്ല എന്നാ പറഞ്ഞിരിക്കണം. അവർക്കൊക്കെ ബയോട്ടോറിയം തള്ളി പറയാം. അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. അതാണ് പവർ ഓഫ് ഈ ബയോട്ടോറിയം. 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പുനർജന്മം നൽകിയ, ജീവിതം നൽകിയ ഇല്ലേ, എത്രയോ ഓപ്പറേഷനുകൾ പറഞ്ഞത് വേണ്ടെന്ന് വെക്കാൻ സാധിച്ച ഒരു പ്രൊഡക്റ്റ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് ബയോട്ടോറിയത്തിനല്ലാതെ ഏത് കമ്പനിക്ക് സാധിക്കും എന്റെ സുഹൃത്തുക്കളെ? ഒരു കമ്പനിയും ഞാൻ മോശം പറയുന്നില്ല, എല്ലാം നല്ല കമ്പനികളാണ്. പക്ഷെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം നിങ്ങൾ. എത്ര ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും അല്ലെ? പ്രൊഡക്റ്റ് സൂപ്പറാണ്, പ്രൊഡക്റ്റ് കിങ് ഓഫ് ദ കിങ് ആണ് അല്ലെ? ഒരു സംശയവും വേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ കൊടുത്താൽ അവിടെ ഫോളോ അപ്പ് ഉണ്ടാകണം. നിങ്ങൾ ആ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ആ പ്രൊഡക്റ്റും കൊടുത്തിട്ട് പിന്നെ അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. അവരെ ഡെയിലി വിളിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്ക് രാധാ നായർ, താങ്ക് യു, രാധാ മാഡത്തിന്റെ പേര് തെറ്റി പോയിട്ടില്ല. ഓക്കെ. അപ്പോ ഞാൻ ഒത്തിരി ആളുകളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, എന്നാലും എന്റെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ. പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്. ആരെ പ്രായം എന്ന് പറഞ്ഞ എനിക്ക് ഒരാൾ പറഞ്ഞു അയാൾ കളവനായി എന്ന്. എവിടെ കളവൻ ഇല്ലേ? പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലേ അല്ലേ? ഇതെന്താ കാര്യം ഇരിക്കുന്നത്? അപ്പോ അത്രയും റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണിത്. കൃത്യമായിട്ട് നമ്മൾ ആളുകളിലേക്ക് ഫോളോ അപ്പ് ചെയ്യണം. കൊടുത്ത ആളുകൾ, ഞാൻ കൊടുത്തു കഴിഞ്ഞു, സാരഥി എന്നെ വിളിച്ചു, സാറേ എനിക്ക് ഭയങ്കര ക്ഷീണം, അവിടെ വേദന ഇവിടെ വേദന. ഞാൻ പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെട്ടു. കൃത്യമായിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. ഇപ്പൊ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഭാഗത്തേക്ക് പോവില്ല, പിന്നെ വിളിക്കില്ല. വെള്ളം കുടിക്കുന്നുണ്ടോ നോക്കണം, പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ നോക്കണം. ഇതെല്ലാം നമ്മുടെ ഡ്യൂട്ടീസാണ്. അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർക്കാണ് നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മളായിട്ടുള്ളൊരു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാവിലെയും 17 അവർ വിളിച്ച് ശല്യപ്പെടുത്തരുത് കേട്ടോ പ്ലീസ്. വേണ്ട രീതിയിൽ മാന്യമായിട്ട് സമയം നോക്കിയിട്ട് വേണം വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോ ബന്ധങ്ങൾ ഉണ്ടാക്കുക, അവരായിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുക, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക. പ്രൊഡക്റ്റ് മിറാക്കിൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇനി പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊഡക്ട്സ് ഒന്നും നമുക്കറിയാം ഇല്ലേ? ബ്ലഡ് സർക്കുലേഷൻ മാത്രം ഉണ്ടായാൽ പോരാ, ബ്ലഡ് ഉണ്ടാകണ്ടേ അല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗം ഉണ്ടാകുന്നത് നമുക്കറിയാം. 99% ഓഫ് ഡിസീസ് ആൻഡ് ഡിസോർഡർ ആൻഡ് ഡിസ്ഫങ്ഷന്റെ റീസൺ എന്ന് പറയുന്നത് ലോ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവൽസ് ഇൻ സെൽഫ്. ഇത് കാണാപ്പാടം പഠിച്ചിട്ടില്ല എല്ലാവരും അല്ലെ? ഇതൊക്കെ അങ്ങ് അടിക്കണം പോയിട്ട്, അല്ലാണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില വാക്കുകൾ പ്രയോഗിക്കണം ചില സ്ഥലങ്ങളില്. അപ്പൊ ഇവര് ഭയങ്കര നൈനയൊക്കെ ഇപ്പൊ ഭയങ്കര സംഭവമാണല്ലോ അല്ലെ? ഇതൊക്കെ എവിടുന്ന് പഠിച്ചാണോ? ഇതിനകത്ത് ഉപയോഗിക്കുന്നത് നിയോഡൈമിയം എന്ന് പറഞ്ഞ 60ാമത്തെ മൂലകമാണ്. നമ്മൾ പണ്ട് സയൻസ് പഠിച്ചിട്ടുണ്ടോ? എവിടെ സയൻസ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞേക്കണം ഞങ്ങള്. റയർ എർത്ത് മെഡിക്കൽ ഗ്രേഡ് മാഗ്നറ്റ്, കിങ് ഓഫ് ദ മാഗ്നറ്റ്. 4 വാചകം അടിച്ചേക്കണം. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ ചില വാക്കുകൾ ഉപയോഗിക്കണം. ഇതിനകത്ത് നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഇതിന്റെ പവർ കൂട്ടിയിട്ടുണ്ട്.
അപ്പൊ പിടി വീഴും കേട്ടോ. എന്താ നാനോ ടെക്നോളജി ഒരാൾ തിരിച്ചു ചോദിച്ചാ ചെവി കേൾക്കാത്ത കേൾക്കേണ്ടി വരും അല്ലെ. വീണ്ടും ചോദിക്കും എന്താ ഈ നാനോ ടെക്നോളജി അറിയോ നിങ്ങൾക്ക്? അത് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അപ്പോ എന്താണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ ചോദിക്കും. ചെറുതാകും തോറും പവർ കൂടും. ചെറുതാകും തോറും പവർ കൂടിക്കൊണ്ടിരിക്കും. വീണ്ടും ചെറുതാക്കിയാൽ എന്താവും? വീണ്ടും അതിന്റെ പവർ കൂടും. വീണ്ടും ചെറുതാക്കിയാല് വീണ്ടും പവർ കൂടും. വീണ്ടും ചെറുതാക്കിയാല് വീണ്ടും പവർ കൂടും. ഇതാണ് നാനോ ടെക്നോളജി. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ സാധാരണക്കാരന് കേട്ടാ. അപ്പൊ ഇത് ചെറിയ മാഗ്നറ്റ് ആണ്. പഴയ മാഗ്നറ്റ് വീടുകളിലുണ്ടാവും, വലിയ കിലോ കണക്കിന് ഭാരമുള്ള മാഗ്നറ്റ് ഉണ്ടാവും അല്ലേ. നമ്മളത് വളരെ ചെറുതാണ് പറഞ്ഞു കൊടുക്കുക, എത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ, വാക്കുകൾ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ പ്രൊഡക്റ്റ് നല്ലതാണ്. ഇത് മാത്രം പോരാ അല്ലേ. വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മളെ രോഗികളാക്കി മാറ്റും. വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മളെ രോഗികളാക്കി മാറ്റും. അപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് പറ്റുന്ന രീതിയിലുള്ള നിരവധി ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് കൂടി നമ്മളിപ്പോ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരോട് പറയാം, ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. അതിലെ നമ്പർ 1 ആണ് മോർ പവർ അല്ലെ. നമ്മുടെ 11 സിസ്റ്റത്തെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആന്റി ഏജിങ് പ്രോസസ്സ് നടക്കുന്ന, നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം നൽകാൻ വേണ്ടി സാധിക്കുന്ന 2 ഗ്രാം കഴിച്ചാൽ മതി. ഇത് ചവനപ്രകാശ ലേഹ്യം അടിക്കുമ്പോൾ 1 സ്പൂൺ രാവിലെ 1 സ്പൂൺ വൈകുന്നേരം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? ചവനപ്രകാശം, ചെവപ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രകാശങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ, അറിയാലോ എല്ലാവർക്കും. അത് ആയുർവേദത്തിലുണ്ട്, പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. 1 സ്പൂണൊന്നും കഴിക്കേണ്ട ഇവിടെ, ഇത് വിരലുകൊണ്ടൊന്നും തൊട്ട് നക്കിയാൽ മതി. മനസ്സിലായ? അതിന്റെ പവർ അത്രയാണ്. അതിന്റെ പേര് തന്നെ മോർ പവർ എന്നുള്ളതാണ്. നമ്മുടെ 11 സിസ്റ്റത്തെയും അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രൊഡക്ട്സുകളും കൂടി വേണം. അതിന്റെ ഭാഗമായിട്ടാണ് അൾട്രാബെറി ജ്യൂസ് അല്ലെ. നമ്മുടെ അൾട്രാബെറി ജ്യൂസ് വെറുതെ കുടിക്കാൻ പറ്റില്ല. ചില കമ്പനിയുടെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചും കുടിച്ചാൽ മതി 30 ml. നമ്മളെ ജ്യൂസ് കുടിക്കണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് വെള്ളം ചേർക്കണം. മനസ്സിലായ? അത് കോൺസെൻട്രേറ്റഡ് ടൈപ്പ് ആണ് വരുന്നത്. അപ്പോ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾ പരിചയപ്പെടുക. പ്രൊഡക്റ്റിനെ കുറിച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ നമ്പർ 1 പ്രൊഡക്റ്റ് ആണ്, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ്. മോർ പവർ എന്നൊക്കെ പറഞ്ഞ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. ആർക്കും കൊടുക്കാം. വെറും മോർ പവർ മാത്രം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ടീമിൽ. അറിയോ നിങ്ങൾക്ക്? ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോർ പവർ അല്ലെ. അതിന്റെ ഗുണങ്ങൾ അറിയാലോ. സൂപ്പറാ. 72 വയസ്സുകാരനെ 27 വയസ്സുകാരനാക്കുത്. എല്ലാ രംഗത്തും കാഴ്ചയിലും ഉണ്ടാവും സൗന്ദര്യം. ഒരു സംശയം വേണ്ട. ഇതൊക്കെ വാങ്ങി കഴിക്കണം. നമ്മളിങ്ങനെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഉപയോഗിക്കണം. ഞാനിപ്പോ രാവിലെ 2 സ്പൂൺ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കണത് കേട്ടാ. 2 സ്പൂണല്ല 2 ഗ്രാം കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കണത്. അതിന്റെ ഒരു സ്പീഡ് കാണുന്നില്ല നിങ്ങൾക്ക്, ഒരു എനർജി കാണുന്നില്ല നിങ്ങൾക്ക്. അതാണ് പവർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റ്, സിവക്തോൺ ആയാലും ഇല്ലേ, മോർബിറ്റി ആയാലും, ഇതെല്ലാം മാറി മാറി ഇതെല്ലാം എല്ലാം കൂടി ഒരു ദിവസം കഴിക്കണം. നമ്മൾ സദ്യക്ക് ചോറിന് കറി കുറേ ഉണ്ടാവുമല്ലോ അല്ലെ. അതുപോലെ അൾട്രാബെറി കുടിച്ചു, ഇപ്പൊ മോർപവറും കഴിച്ചു, കഴിച്ച് മോർബി ഇങ്ങനെ കഴിക്കരുതേ പ്ലീസ്. ഇങ്ങനെ കഴിക്കരുത് കേട്ടോ. അത് നിർത്ത് 1 മാസത്തേക്ക്, എന്നിട്ട് അടുത്ത് തുടങ്ങ്. അത് 1 മാസം കഴിയുമ്പോൾ അത് നിർത്ത്, എന്നിട്ട് അടുത്തത് തുടങ്ങ്. ഇങ്ങനെ കഴിച്ചാൽ മതി. അല്ലാണ്ട് സദ്യക്ക് കറി വളങ്ങും പോലെ എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കല്ലേ പ്ലീസ്. അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടില്ലേ. ഓക്കെ. അപ്പൊ മിറാക്കിൾ പ്രൊഡക്ട്സ് ആണ് നമ്മുടേത്. ആർക്ക് കൊടുത്താലും റിസൾട്ട് കിട്ടുന്നു ഇല്ലേ. മോർ പവർക്ക് എന്തെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അൾട്രാബെറി ജ്യൂസ് അല്ലെ, ഇതാ സ്വർണ്ണമാല വാങ്ങിച്ചതാ കഴുത്തിലിട്ട് ഇരിക്കണത് നമ്മുടെ ഇവിടെ ഗീത സുരേഷ് അല്ലെ. വേണത് അൾട്രാബെറി മാത്രം വിറ്റിട്ടാണ് സ്വർണ്ണമാല വാങ്ങിച്ച്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കണം. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയണത്. ഇത്രയും അവസരം കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങുന്നില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുന്നില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് ആളുകളോട് സംസാരിക്കുന്നില്ല. സൂപ്പർ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ മഹാശ്ചര്യം അല്ലെ. എന്ത് വേണം? എനിക്കും കിട്ടണം പണം അല്ലെ. പണം കിട്ടിയില്ലെങ്കിൽ ഇതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അപ്പൊ പണം വരുമ്പോ ഇതിന്റെ പ്ലാൻ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. ഇന്ന് മറ്റ് മാർക്കറ്റിലുള്ള കമ്പനികളുടെ പ്ലാനും ബയോട്ടോറിയത്തിന്റെ പ്ലാനും നമ്മൾ കമ്പയർ ചെയ്യണം. അല്ലാണ്ട് വെറുതെ അതാണ് നല്ലത് അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്താ മണ്ടന്മാർ വീണ്ടും ലണ്ടനിൽ എന്ന് പറഞ്ഞാൽ ആയിപ്പോ അല്ലേ. നമ്മൾ ഇതിന്റെ പ്ലാൻ പഠിക്കുക. ഇത് നമ്മുടെ കുടുംബക്കാരാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നേട്ടാ.
അപ്പൊ നമ്മൾ പ്ലാൻ പഠിക്കാൻ തയ്യാറാണ്. പ്രൊഡക്റ്റ് ഒക്കെ, പ്രൊഫൈൽ ഒക്കെ, കമ്പനി ഒക്കെ, സാഗർ സാർ ഒക്കെ അല്ലെ, 800 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് 50 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ സാഗരം പോലെ കിടക്കുകയാണ് അല്ലെ. എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷെ പ്ലാൻ ശരിയല്ല. പണിയെടുത്തവന് കാശ് കിട്ടൂലെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കും അല്ലെ, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവില്ല. ഇവിടെ 24/7 365 ഡേയ്സ് നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ് കണ്ണാടി അല്ലെ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ കാരണം? അത്രയും ഇൻകം പമ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ ഓൺലി ഇബയോട്ടോറിയം. ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ഓൺലി ഇബയോട്ടോറിയം. അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ചിലർക്ക് പേടി. സോറ് ഇതെന്ത് ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? പ്ലാൻ മാറ്റുന്നതിനാണ്. അംബാസഡർ കാർ മാറി എന്തിനാണ്? കുറേയും കൂടി നമുക്ക് സൗകര്യപ്രദമാക്കാൻ വേണ്ടിട്ട് അല്ലെ. നോക്കിയ ഫോൺ മാറി എന്തിനാണ്? നമ്മൾ അതിനേക്കാൾ കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടിട്ട് അല്ലെ. പഴയ വീട് പൊളിച്ചിട്ട് എന്തിനാ പുതിയ വീട് പണിയുന്നത്? അതിനേക്കാൾ കൂടുതൽ സൗകര്യം കിട്ടാൻ വേണ്ടിട്ട് അല്ലെ. 4 സീറ്റുള്ള കാർ മേടിച്ചിട്ട് 7 സീറ്റുള്ള കാർ മേടിക്കുന്നത് എന്തിനാണ്? ഫാമിലിക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിട്ട്. അപ്ഗ്രേഡേഷൻ അല്ലെ, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു ദിവസം നമുക്ക് 29,000 സംതിങ് 30,000 രൂപ കിട്ടുള്ളൂ ഒരു ദിവസം. ഇപ്പൊ നമുക്ക് ഒരു ദിവസം എത്ര തരാൻ വേണ്ടി സാഗർ സാർ തയ്യാറായി? 1 ലക്ഷം. അപ്പൊ പ്ലാൻ മാറ്റിയതിനെ കൊണ്ട് ആർക്കാ സങ്കടം? ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ? പുറത്തുനിന്ന് നോക്കുന്നവർക്കാ സങ്കടം. ചേട്ടാ അവിടെ 1 ലക്ഷം ആയിപ്പോയല്ലോ ഡെയിലി അല്ലെ. അപ്പൊ ഇവിടെ സങ്കടത്തിന്റെ ആവശ്യമില്ല. പ്ലാൻ മാറ്റുന്നത് അപ്ഗ്രഡേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വാരിക്കൊരു തരാനാണ്. ഇനിയും പ്ലാൻ മാറ്റും, ഇനിയും പ്ലാൻ മാറ്റും. ഈ 4,000 എന്നുള്ളത് 5,000 ആക്കാൻ പ്ലാൻ മാറ്റി ആർക്കെങ്കിലും സങ്കടം ഉണ്ടോ? ആർക്കെങ്കിലും പരാതി ഉണ്ടാവോ? ഇല്ലേ? കുറക്കാൻ വേണ്ടി സാഗർ സാർ ഇന്ന് വരെ ഒരു പ്ലാൻ മാറ്റിയിട്ടില്ല. തന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എങ്ങനെ മാക്സിമം വരുമാനം കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പഠനം നടത്തിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് സോഫ്റ്റ്വെയറിൽ അടിച്ച് നോക്കി പഠിച്ച് ആരുടെ ഷീട്ടും വേണ്ടല്ലോ അല്ലെ. സ്വന്തം സോഫ്റ്റ്വെയർ ആണ് ചെയ്തിട്ടാണ് സുഹൃത്തുക്കളെ ഈ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പർ പ്ലാൻ. ഒരു ദിവസം 1 ലക്ഷം രൂപ ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റില്ല. ഒരു മാസം അല്ലെ 30 ലക്ഷം രൂപ ആർക്ക് കാണാൻ പറ്റും സ്വപ്നം? ഒരു ഡോക്ടർക്ക് കിട്ടുവോ? ഒരു എഞ്ചിനീയർക്ക് കിട്ടുവോ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് കിട്ടുവോ? ഇല്ലേ? നമ്മുടെ രാഷ്ട്രീയക്കാർ, പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ ഇങ്ങോട്ടുള്ള MLA മാര്, MP മാരും മന്ത്രിമാരുടെ ഒക്കെ സാലറി നിങ്ങളൊന്ന് നോക്ക്. അറിയില്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. എത്ര ഉണ്ടാവും അറിയോ നിങ്ങൾക്ക്? എത്രയുണ്ടാവും? ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാസം 30 ലക്ഷം രൂപ സുജമോൾക്ക് വാങ്ങാം. സുജമോൾ വാങ്ങും, ഒരു സംശയമില്ല കാര്യത്തില്. ബാക്കി എല്ലാവരും നോക്കി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നൈന മോളെ കണ്ട, സുജമോൾ വാങ്ങും 30 ലക്ഷം. എനിക്ക് ഉറപ്പുണ്ട്. ഇന്നും നാളെയും വാങ്ങുന്നല്ല പറയുന്നത്. അതിന്റെ പണി അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇന്നലെ അവിടെ നല്ല പ്രോഗ്രാമാണ്. അത് ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടാ. എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും ഞാനൊക്കെ അറിയുന്നുണ്ട് അല്ലെ. ഗ്രൂപ്പിൽ കണ്ടു. ഇന്നലെ ഒരു ടീച്ചേഴ്സിന്റെ വലിയൊരു പ്രോഗ്രാം അവിടെ നടത്തി. ഡാനിഷ് സാർ ഉണ്ടായിരുന്നു, യൂനസ് ഭായി ഉണ്ടായിരുന്നു, അഭിലാഷ് സാർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പണി തുടങ്ങിക്കഴിഞ്ഞു. അല്ലാണ്ട് വെറുതെ ഇതെല്ലാം കേട്ടിട്ട് വീട്ടിലിരുന്നവർക്കൊന്നും ഇതൊന്നും നേടാൻ പറ്റില്ല. പണിയെടുക്കാൻ തയ്യാറാകണം. ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് രണ്ടും വേണം. ബുദ്ധിപരമായ പ്രവർത്തനം ഉണ്ടാവണം. കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, മഴ നനയണം, ആളുകളോട് കേൾക്കണം, സംസാരിക്കണം, പുച്ഛിക്കും, കളിയാക്കും. അപ്പോഴൊക്കെ നമ്മൾ ദേഷ്യം വരരുത്, ചിരിച്ചോണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. പൊട്ടനെ പോലെ അഭിനയിക്കണം തമ്പി സാറെ. ചില സ്ഥലത്ത് ചെവി കേൾക്കാത്ത പോലെ നിൽക്കണം. നിനക്ക് ഉത്തരം പറയാൻ പോയാല് ഇതൊക്കെ അഭിനയിക്കേണ്ടി വരും. അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ തീ ഉണ്ടാവണം നിങ്ങൾക്ക്. 30 ലക്ഷം രൂപ ഒരു മാസം, ഒരു വർഷം 3,65,00,000 രൂപ ഏത് കമ്പനി കൊടുക്കും? ഏത് കമ്പനി കൊടുക്കും? അതാണ് പവർ ഓഫ് ഇബയോട്ടോറിയം എന്ന് പറയുന്നത്. നമ്മളെ അധ്വാനത്തിന്റെ എത്രയോ ഇരട്ടി വരുമാനം ഇവിടെ നൽകാൻ വേണ്ടി പോകുന്ന ഒരു കമ്പനി വാങ്ങാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യയിലേക്ക് ആളുകൾ സീലിംഗ് അച്ചീവർ ആയി കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായ? സീലിംഗ് അച്ചീവർ ആയി കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ശമ്പളം ഇവിടെ കൊടുത്തിട്ടുണ്ട് 5 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ ശമ്പളം. സാലറി ആയിട്ട് അത്രേ ഉള്ളൂ. അദ്ദേഹം എടുക്കുന്നില്ല സാലറി ഒന്നും. ഒക്കെ ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുക്കുക. ഇത് വേറെ കാര്യം. മനസ്സിലായ? 5 ലക്ഷം ഉണ്ടാവുള്ളൂ. ഒരു MP മാർക്കുള്ള ശമ്പളം എത്രയാ? MLA മാർക്കുള്ള ശമ്പളം എത്ര? ഇത്രയൊക്കെ ഉള്ളൂ തമ്പി സാറേ. ആലോചിച്ച് നോക്കണം. നമുക്ക് കിട്ടിയ അവസരത്തെ കുറിച്ച് ചിന്തിക്കണം നമ്മള്. ഏതൊരു ബിസിനസ്സുകാരൻ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് പരിസരത്തുള്ള, നിങ്ങളുടെ പഞ്ചായത്തിലുള്ള, വില്ലേജിലുള്ള അല്ലെങ്കിൽ ജില്ലയിലുള്ള ഒരു ബിസിനസ്സുകാരന് എത്രയോ കോടാനുകോടി രൂപ മുടക്കണം ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടണമെങ്കിൽ. എന്നാലും ബിസിനസിന്റെ സ്ട്രാറ്റജി നമുക്കറിയാം. ഇതിന്റെ ഗ്രോത്ത് താഴോട്ടാ. എല്ലായിടത്തും മത്സരമാണ് അല്ലെ? എല്ലായിടത്തും മത്സരമാണ്. അപ്പൊ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ടെൻഷൻ, എന്തെല്ലാം വേണം. ഇവിടെ നമ്മൾ ഹാപ്പിനെസ് കൊടുത്തുകൊണ്ടാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കുള്ള സന്തോഷവും അവർക്കുള്ള വെൽനെസ്സും നൽകിക്കൊണ്ട് അല്ലെ, അവർക്കുള്ള എന്താ പറയാ
നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തോണ്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരു ഡോക്ടർക്ക് വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? നാട്ടിൽ നിറയെ രോഗികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ആരെങ്കിലും പോകും? പോകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഒരു അഡ്വക്കേറ്റ്സിന് വരുമാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? അഡ്വക്കേറ്റ്സിന് വരുമാനം കിട്ടാൻ എന്ത് വേണം? നാട്ടിൽ നിറയെ പിടി പറയും, ഇല്ലേ? കൊലപാതകവും ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാവണം. എന്നാലേ വക്കീലന്മാരുടെ അടുത്തേക്ക് ആള് പോകേണ്ട കാര്യമുള്ളൂ. ആരും കൊണ്ട് അങ്ങനെ ക്ഷമിക്കണം കേട്ടാ. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ ഇത്, അല്ലെ? ശരിയല്ലേ? എന്നാൽ നമ്മളെ പോലുള്ള ഒരു ഡയറക്ട് സെല്ലർക്ക് കാശ് കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കണം. എന്നാലും യൂനുസ് ഭായിയും അഭിലാഷ് സാറും ഡാനി സാറും അവിടെ പോയെന്താ? സുജമോൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണ്. സുജമോളുടെ ടീമിൽ വന്ന ആൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണ്, അല്ലെ? അവർക്ക് പണം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. എന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് 10,000 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ മറ്റു പല ലീഡേഴ്സിനും കിട്ടിയിട്ടുണ്ടാവും. കിട്ടാതെ എനിക്ക് കിട്ടുമോ? ഇല്ല. അപ്പൊ മറ്റുള്ളവർക്ക് പണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രം പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയും. അതോടൊപ്പം നമ്മൾ ഇവിടെ എന്താ കൊടുക്കുന്നത്? ആരോഗ്യം കൊടുക്കുന്നു. അത് വലിയ കാര്യമല്ലേ, അല്ലേ? പണം കൊടുത്താൽ കിട്ടുന്നതാണോ ആരോഗ്യം? പണം കൊടുക്കും തോറും, അല്ലേ, ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രി ചെല്ലുമ്പോൾ വീണ്ടും പണം കൊടുക്കണം, വീണ്ടും അടുത്ത ചികിത്സ, അടുത്ത ചികിത്സ, അടുത്ത ചികിത്സ. പണവും പോവും, ആരോഗ്യം പോവും, അവസാനം പെട്ടിയിൽ തിരിച്ചു കൊണ്ടുവരണം. ഇവിടെ അതാണോ? ഇവിടെ വെൽനസ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ആരോഗ്യം കൊടുക്കുന്നു നമ്മള്. അതോടൊപ്പം സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാതെ വിജയിക്കാൻ പറ്റില്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മനോഹാരിത നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ചെയ്യുന്ന ആ പുണ്യപ്രവർത്തിയുടെ സാധ്യത മനസ്സിലാക്കണം. എത്രയോ ആളുകളെ കണ്ണീരൊപ്പാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്ലാൻ സൂപ്പറാണ്. പ്ലാനിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. പ്ലാൻ എല്ലാവർക്കും അറിയാം, അല്ലേ? ക്രൈറ്റീരിയ ഒക്കെ മാറിയിട്ടുണ്ട്. 50 PV 100 PV ഒന്നും വേണ്ട. ഒരു സൈഡിൽ 1 PV മറ്റേ സൈഡിൽ 51 PV വെച്ചാൽ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കേട്ടാ. 1 PVക്ക് എൻട്രി ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഓരോരുത്തർ. 1 PVയുടെ പ്രൊഡക്റ്റ് വാങ്ങി എൻട്രി ചെയ്യാം. 900 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ബയോത്തോറിയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 2 PVയുടെ പ്രൊഡക്റ്റ് വാങ്ങാം, 3 PVയുടെ വാങ്ങാം. ഏത് പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ID മിനിമം എത്ര PV ആയിരിക്കണം? മിനിമം 13 PV ആയിരിക്കണം. 13 PV ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻകം കിട്ടുള്ളൂ? ഒരു ദിവസം ഒരു കട്ട് ഓഫിൽ 4,000 രൂപ, രണ്ടും കൂടി 8,000 രൂപയെ കിട്ടുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ID എത്ര രൂപയുടേതായിരിക്കണം? മിനിമം 30 PV ആയാൽ മതി. 40 വേണമെന്നില്ല. 30 PVയുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം. 30 PV ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. 30 PV ആയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാ ആനുകൂല്യം കിട്ടും. 25 PV പോരാ കേട്ടോ. 25 PVക്കും 13 PVക്കും ഒരു കട്ട് ഓഫിൽ 4,000 വെച്ച് 8,000 രൂപ കിട്ടുള്ളൂ. ഇനി കാശില്ലാത്ത ആളുകൾ 13 PV എടുത്തിട്ടെ, അവർ വരട്ടെ. 4,000 8,000 കിട്ടട്ടെ. കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? അവരുടെ ID അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മിനിമം ഒരു 30 PVയുടെയോ അല്ലെങ്കിൽ 40 PVയുടെയോ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ID അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവർക്കും ഒരു ദിവസം 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. എനി ടൈം ഫാമിലി ബോണസ്. അതാണ്. നേരത്തെ ഒരേ കട്ട് ഓഫിൽ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കണം. തമ്പി സാറിനൊക്കെ എത്ര ഫാമിലി ബോണസാണ് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. മനസ്സിലായ? പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ ടീമിൽ ലഹളി ഉണ്ടായിട്ടുണ്ട്, അല്ലെ? താഴെ വന്നവൻ പറയും എനിക്ക് കിട്ടിയില്ല, ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല, നീ മനഃപൂർവ്വം ചെയ്തയാന്നൊക്കെ പറയും. ചിലപ്പോ ആ സമയത്ത് KYC ക്യാൻസൽ ആയിട്ടുണ്ടാവും. അവന്റെ ബാങ്ക് അക്കൗണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ 0 8 ഒന്നും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് SBIയുടെ ഒക്കെ. ഇതൊക്കെ 11:45 കിട്ടുക. ഞാനൊന്നും ഉറങ്ങില്ല. ആളുകൾ വിളിച്ചിട്ട് ഓഫീസിലേക്ക് വിളിക്കല എന്റെ പണി. അന്നേരം എന്നെയും ചീത്ത പറയാണ് ആളുകൾ. നിങ്ങൾ ചെയ്തു തന്നിട്ടില്ല, ഞാനാണോ ചെയ്യേണ്ടത് ഇത്? അപ്പൊ ഇങ്ങനെ പരാതിയുടെ കൂമ്പാരമായിരുന്നു. എൻട്രി കിട്ടിയാലും അടിക്കുന്നില്ല, അവിടെ വെക്കുന്നു, ഇപ്പുറത്ത് വരട്ടെ, അവിടെ വരട്ടെ, ഇവിടെ വരട്ടെ, പിടിയും വലിയും ലഹളയും. ഇതെല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു. സ്പീഡിൽ വാഹനം ഓടിച്ചു പോവാ, ഹമ്പില്ല. ഇനി നമ്മുടെ ഹൈവേയിൽ, ബയോട്ടോറിയത്തിന്റെ ഹൈവേയിൽ ഹമ്പില്ല. അടിച്ച് 100 സ്പീഡിൽ, അല്ലെ, 120 സ്പീഡിൽ, അല്ലെ, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾക്ക് അടിച്ച് പറക്കാം. കമ്പെടുത്ത് കളഞ്ഞിരിക്കുന്നു. ഒരേ കട്ട് ഓഫിൽ വേണ്ട, എപ്പ വെച്ചാലും എനി ടൈം ഫാമിലി ബോണസ്. 100 PVക്ക് 4,000 രൂപ. 100 PVയുടെ ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ ഒരു എല്ലാ കമ്പനി മാക്സിമം പോയ 1000, 1,100, 1,200, 1,500 രൂപയിൽ കൂടുതൽ കൊടുക്കില്ല. ഇവിടെ നമ്മുടെ കമ്പനി 100 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന വരുമാനം എത്രയാ? 4,000 രൂപ. ഇൻകം സൂപ്പർ അല്ലേ? 50 PV മാച്ച് ചെയ്താൽ 2,000 രൂപ. ഓരോ
പി വിക്കും 1 PV is equal to 40 rupees, 40 രൂപ എന്നുള്ള കണക്കിലാണ് ഇവിടെ കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. 40 രൂപ. അപ്പൊ ഓരോ PVക്കും 40 രൂപ വെച്ചിട്ട് ഒരു കട്ട് ഓഫിൽ 1000 PV ആയിരുന്നു നേരത്തെ. ഇപ്പൊ എത്രയാക്കി? എല്ലാ കമ്പനികളും കുറക്കാനോ നോക്കുക അല്ലെ? ഇതിപ്പോ 1250 PV ആക്കി ഒരു കട്ട് ഓഫിൽ. അപ്പോ 50,000 രൂപ, 1,00,000 രൂപ ഒരു കട്ട് ഓഫിൽ, 1,00,000 രൂപ ഒരു കട്ട് ഓഫിൽ, 1,00,000 രൂപ ഒരു ദിവസം അല്ലെ? 30 ദിവസം കൊണ്ട് 30,00,000 രൂപ. ആലോചിക്കണം ഇല്ലേ? 365 ദിവസം കൊണ്ട് 3,65,00,000 രൂപ. 1 year 1 CR എന്ന് പറഞ്ഞ മുദ്രാവാക്യമായിട്ടാണ് നമ്മൾ ബയോട്ടോറിയം ആരംഭിച്ചത് അല്ലെ? 1 year 1 CR. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മക്കളെ എന്ന് പറഞ്ഞു. പക്ഷെ ആവേശത്തോടെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴുണ്ടല്ലോ 1 year 1 CR അല്ല സൃഷ്ടിച്ചാണ്. കേരളത്തിൽ ഉണ്ടായിരുന്നു 10-13ലധികം കോടീശ്വരന്മാര്. അത് ആ പ്ലാൻ ഉപയോഗിച്ചിട്ടാണ്. വെറും 15,000 രൂപ കിട്ടുള്ളൂ ഒരു കട്ട് ഓഫിൽ. ഇന്നൊരു കട്ട് ഓഫിൽ 50,000 രൂപ എന്ന് പറയുമ്പോൾ 3 ഇരട്ടിയിലധികം വരുമാനം കൊടുക്കുന്നു. ഒരു ടൈം പീരീഡില്ല, ചങ്ങലക്കെട്ടുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് അല്ലേ? സമയപരിധിയില്ലാതെ നമുക്ക് എപ്പോ വേണമെങ്കിലും വർക്ക് ചെയ്താൽ 1,00,000 രൂപ ഒരു ദിവസം കൊടുക്കുന്നു പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു 2030 ആകുമ്പോഴേക്കും കേരളത്തിൽ 500,000-1000 കോടീശ്വരന്മാരെ നമുക്ക് സുഖമായിട്ട് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. 1000കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ആരും റെഡിയാണോ? റെഡിയാണെങ്കിൽ എസ് നടിക്കുക എല്ലാവരും. എല്ലാവരും ഉണ്ടോ ഇവിടെ? എല്ലാവരും പോയോ? സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. എസ് അവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മനസ്സിലായ? എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. സാധിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളെ വിജയിപ്പിക്കുന്നത്. ആ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ എല്ലാം തീർന്നു കേട്ടാ. ഒരു സംശയം വേണ്ട, സാധിക്കും, ഇവിടെ സൃഷ്ടിക്കപ്പെടും. കാരണം പ്ലാൻ അങ്ങോട്ട് മാറിയിരിക്കുക. ഒരു സംശയവും വേണ്ട. 1000കണക്കിന് കോടീശ്വരൻ, ആ 1000കണക്കിന് കോടീശ്വരന്മാരിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കണം. ഇന്നത്തെ സുപ്രഭാതത്തില് ഗോൾ സെറ്റ് ചെയ്യണം. ഇറങ്ങണം ഫീൽഡിലേക്ക്. ആദ്യത്തെ ദിവസം തന്നെ 1,00,000 കിട്ടില്ല, വേണ്ട. നല്ലൊരു പവർ ടീമിനെ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിൽ കാശെടുക്കാൻ പോയാലും ഡെപ്പോസിറ്റ് ഉണ്ടായാലേ കിട്ടുള്ളൂ അല്ലെ? ഒരു നല്ല പവർ ടീമിനെ ഒരു 1 സൈഡ് സെറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ മണിയിലേക്ക് വരുന്ന ഓരോ സെയിലും നമുക്ക് വിഡ്രോയിൽ ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും, വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നല്ലൊരു സ്ട്രോങ് പവർ ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ പ്ലാൻ സൂപ്പറാണ്. 3,60,00,000 വേണ്ടെന്ന്. ഇതിന്റെ 50% കിട്ടിയാൽ പോലും 1,80,00,000 കിട്ടൂലേ? ആ സ്വപ്നത്തിലേക്ക് ഒന്ന് എന്നെ കേൾക്കുന്ന ഒരാളും തയ്യാറാകരുത് കേട്ടോ. നമ്മൾ 100% മാർക്ക് അല്ലെ? എല്ലാം A+ അല്ലെ? നമ്മുടെ മക്കളോട് എന്താ പറയണത്? A+. ഇത് നിങ്ങൾ പോയിട്ട് 50% മാർക്ക് വായിക്കാൻ നിൽക്കണം. A+ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 50% മാർക്കിന്റെ പണിയെടുക്കാൻ പോവാണോ? എടുക്കരുത്. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് മടിയന്മാർക്കുള്ളതാ. ഞാൻ പറഞ്ഞു 50% പണിയെടുത്താൽ പോലും 1,80,00,000 രൂപ. 75% നിങ്ങൾ കിടന്നുറങ്ങ്. 75% നിങ്ങൾ പരാജയപ്പെട്ടാലും 25% പണിയെടുത്താലും 90,00,000 ഉണ്ടാവും. 90,00,000. 10% പണിയെടുത്താൽ എത്രയുണ്ടാവും? 36,00,000. 90% നിങ്ങൾ ഫെയിലർ ആയി പോയി എന്ന് വിചാരിക്കാം സലീംക. എന്നാൽ പോലും 10% വിജയിച്ചാലും ഉണ്ടാവും 36,00,000 രൂപ. എന്ന് പറഞ്ഞാൽ മാസം ആവറേജ് 3,00,000-ലധികം. ആവറേജ് 3,00,000-ലധികം. നാളെ മറ്റൊന്നും കിട്ടൂല കേട്ടാ. പണിയെടുക്കാൻ തയ്യാറായിട്ടോ കിട്ടും, ഒരു സംശയം വേണ്ട. 3,00,000 രൂപയൊക്കെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ ആർക്കുണ്ട് ഇവിടെ? നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പേർക്ക് ഉണ്ടാവും? ആലോചിച്ച് നോക്കണം നിങ്ങൾ. 90% പരാജയപ്പെടുന്നു. എന്നാലും ഉണ്ടാവും നിങ്ങൾക്ക് മാസം 3,00,000 രൂപ, 36,00,000 രൂപ കിട്ടും. 95% പരാജയപ്പെടും അല്ലെ? 5% വിജയിച്ചാൽ പോലും എത്രയുണ്ടാവും? അവിടെ ഉണ്ടാവും 18,00,000 രൂപ. എന്നാലും മാസം 1,50,000 രൂപ ഉണ്ടാവും എന്ത് പണിക്കുമായാലും. ഇനി 1% മാത്രമേ വിജയിച്ചുള്ളൂ, 99% പരാജയപ്പെടും. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോഴും കിട്ടും. എത്ര കിട്ടും? 3,65,000 കിട്ടും അല്ലെ?
3,65,000 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയുണ്ടാവും മാസം? 30,000 മുകളിലുണ്ടാവും അല്ലേ? 30,000 മുകളിലുണ്ടാവും. എന്നാൽ അത്രയും ശമ്പളം പണിക്കുമായാലും കിട്ടുമോ? അതുകൊണ്ട് 1% വിജയിച്ചാൽ പോലും ഇവിടെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഈ 1%ലേക്കോ 25%ലേക്കോ 50%ലേക്കോ പോകുന്നവരല്ല. നമ്മുടെ ലക്ഷ്യം 50% അല്ല, നമ്മുടെ ലക്ഷ്യം 100% തന്നെയാണ്. ആ 100% അല്ലെ ലക്ഷ്യം വെച്ചുകൊണ്ട് റോക്കറ്റ് വേഗത്തിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം? സഞ്ചരിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. മനസ്സിനെ മനസ്സാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്, വേറൊന്നുമല്ല കേട്ടോ. വേറൊരു മസിലും വേണ്ട. സുജമോൾക്ക് എന്താ മസിലുണ്ടോ? പ്രത്യേകിച്ച് വല്ല കഴിവുണ്ടോ? ആ മെന്റൽ പവറാണ് അല്ലെ. ഈ തലച്ചോറല്ലേ നിങ്ങൾക്ക് നിന്നിരിക്കണത് അല്ലെ? അതിന്റെ മുകളിൽ മുടിയുണ്ടല്ലോ അല്ലെ, 2 കണ്ണുണ്ടല്ലോ, 2 കാതുണ്ടല്ലോ അല്ലെ. മൈൻഡ് സെറ്റാണ് എല്ലാം നമ്മളെ വിജയിപ്പിക്കുന്നത്. അവിടെ നേടുന്നുള്ളൊരു വാശി, ഒരു ആവേശം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. വേറെ ആരും കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ കൊടുത്താലൊന്നും നടക്കൂല. നിങ്ങൾക്ക് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവർത്തിച്ച് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ പ്ലാൻ സൂപ്പറാണ്. വെറും ഒരു 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടി ഞാൻ പറയാൻ വേണ്ടി. നമുക്കറിയാം, നമ്മളെല്ലാവരും ഡയറക്ട് സെല്ലിംഗിൽ പറയുന്ന കണക്കാണ്. നിങ്ങൾ ഒരു മാസം 2 പേരെ കൊണ്ട് അവിടെ ഇരിക്കും, അടുത്ത മാസം അവർ 2 പേരെ കൊണ്ടുവന്നാൽ മതി. ഈ കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? പിറ്റത്തെ മാസം 2 പേരെ കൊണ്ടുവന്നാൽ മതി, പിറ്റത്തെ മാസം അവർ 2 പേരെ കൊണ്ടുവന്നാൽ മതി. ഇത് നമുക്കുള്ള പണിയല്ല കേട്ടാ പാസ്റ്ററെ, ഇതെല്ലാം മടിയന്മാർക്കുള്ള പണിയാണ്. ഇങ്ങനെ മടിയന്മാരുള്ള പണിയെടുത്തു പോയാൽ പോലും ഒരു വർഷം കൊണ്ട് 4,000 പേര് നമ്മുടെ ജീനിയസിലുണ്ടാവും, 4,000 പേര് നമ്മുടെ വിന്നർ സൈഡിലുണ്ടാവും. ഞാൻ റൗണ്ട് ഫിഗർ ആയിട്ട് 4,000 പറയും. 8,000 പേരുടെ ടീം ഉണ്ടാവും നിങ്ങൾ. എങ്ങനെയാണ്? ഈ ജൂലൈയിൽ വന്ന ഒരാൾ 2 പേരെ മാത്രമേ കൊണ്ടുവരുള്ളൂ. ആ 2 പേര് ഓഗസ്റ്റ് 30 ആകുമ്പോഴേക്ക് എത്ര പേരെ കൊണ്ടുവന്നാൽ മതി? 4 പേരെ കൊണ്ടുവന്നാൽ നടക്കൂലേ? ഇത് ആർക്കും നടത്താൻ പറ്റും. അവരുടെ കൂടെ നിന്നാൽ മതി, വേറൊരു പണിക്കും പോകണ്ട. അവരുടെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കായത്. ഇപ്പൊ 4,000 പേര് ജീനിയസിലും 4,000 പേര് വിന്നറിലും ഉണ്ടാവും. ഇവരൊരു 100 PVയുടെ ബിസിനസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും 100 PV ആണ് ചെയ്തതെങ്കിൽ എത്ര കിട്ടുന്ന ഞങ്ങൾക്ക്? 1,60,00,000 രൂപ. ഈ പണി ചെയ്യിക്കാൻ പറ്റൂലേ നമുക്ക്? പലർക്കും മനസ്സിലായ? ഒരു മാസം 2 പേരേ വേണ്ടു പാസ്റ്ററെ. അടുത്തവരോട് പറയാ, നീ അടുത്ത മാസം 2 ആളെ കൊണ്ടുവന്ന. ഒരു മാസം കൊണ്ട് 2 ആളെ കൊണ്ടുപോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അതാണ് പവർ ഓഫ് 2 എന്ന് പറയുന്നത്. അവരും ഒരു മാസം കൊണ്ട് ഈ 2 പേരെ കൊണ്ടുവന്നു. അപ്പൊ 2, 4, 8, 16, 32, 64, 128, 256, 512 ഇങ്ങനെയാണ് ടീം ഡെവലപ്പ് ആകുക. അപ്പൊ വൺ സൈഡിൽ 4,000 പേരുണ്ടാവും, അതർ സൈഡിൽ 4,000 പേരുണ്ടാവും. അപ്പൊ 4,000 മിനിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂട്ടിയാൽ അത്രയും കാശുണ്ടാവും. ഇനി അത് 50 PVയുടെ ആണ് കൂട്ടുന്നതെങ്കിൽ എത്രയും ഉണ്ടാവും? അപ്പോ അല്ലേ 2,000 രൂപ വെച്ച് കിട്ടും. അപ്പൊ എത്ര ഉണ്ടാവും? 80 ലക്ഷം രൂപ ഉണ്ടാവും. നിങ്ങൾ 40 PVയുടെ പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 50 PVയുടെ ഞാൻ കൂട്ടിയത് അല്ലേ, അതിന് കണക്കായിട്ട് വരും. 80 ലക്ഷം രൂപ ഉണ്ടാവും. 25 PVയുടെ ആണ് ചെയ്തെങ്കിൽ എത്ര ഉണ്ടാവും? 40 ലക്ഷം രൂപ ഉണ്ടാവും. 40 ലക്ഷം രൂപ ഉണ്ടാവും. ഒരു 25 PVയുടെ കച്ചവടം ചെയ്തു പോയാൽ 5,200 നമ്മുടെ റിസ്റ്റ് ബാൻഡും വാട്ടർ എനർജി പേഡും മാത്രം വിറ്റ് പോയാൽ പോലും 40 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് കിട്ടും. എന്ത് പണിക്ക് പോയാൽ കിട്ടും? ഇത് നേടാൻ പറ്റുമോ ഇല്ലയോ? ഈ കണക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? സിമ്പിൾ ആണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ പല പല കണക്കുകളുണ്ട്. ഞാൻ സമയം വൈകിക്കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ബാക്കി അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞുതരാം. ഇനി പേ ഔട്ട് ആണെങ്കിൽ 3 കഴിഞ്ഞ് ഇന്ന് പേ ഔട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് എല്ലാവരും മുഖത്ത് സന്തോഷം ഉണ്ടാവും. ഇന്നലെ എൻട്രി വെച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇന്നലെ എൻട്രി കിട്ടിയിട്ടുണ്ട് അല്ലെ? 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം പേ ഔട്ട് ആണ് കൊടുക്കുന്നത്. അധികം വൈകുന്നില്ല. ഒരാഴ്ച കാത്തിരിക്കണ്ട. പല കമ്പനികളും വീക്ക്ലി ആണ് അല്ലെ, മന്ത്ലി ആണ്. നമ്മളത് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം കറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വരുന്നുള്ളതാണ്. അതുകൊണ്ട് പേയ്മെന്റ് കറക്റ്റ് ആണ്, പ്രൊഫൈൽ കറക്റ്റ് ആണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, പ്ലാൻ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ് അല്ലെ? അപ്പം നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അല്ലെ, ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. ഒരു സംശയവും വേണ്ട. പക്ഷെ ഇതിൽ വിജയിക്കണം എന്ത് വേണമെന്ന് പറയും, അവനവൻ വിചാരിക്കണം. അല്ലാണ്ട് നൂലിൽ കെട്ടിയിട്ട് ആരും നിങ്ങളെ കൊണ്ട് ഇറക്കി തരുന്നോ, എനിക്ക് കോടി ഉണ്ടാക്കി തരുന്നോ ആരും വിശ്വസിക്കരുത് കേട്ടോ. എനിക്ക് ഒരാളും ഇറക്കി തന്നിട്ടില്ല. ഞാനും തന്നെ ഇതാ സലീംക്കൊക്കെ അറിയാം അല്ലെ, ആ കൊടുങ്ങല്ലൂരൊക്കെ വന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയാണ് കൊടുങ്ങല്ലൂര്. ഒരു BOPയും കമ്പനി തുടങ്ങിയിട്ടില്ല അതിന് മുമ്പ് തന്നെ. ഇറങ്ങി പുറപ്പെട്ടിട്ട് നടന്ന് വെയിൽ കൊണ്ട് മഴ കൊണ്ട് എല്ലാം കൊണ്ട് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാവണം. വിജയിക്കണമെങ്കിൽ അവനവൻ തീരുമാനിക്കണം. സപ്പോർട്ട് ഉണ്ടാവും, ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഇല്ലെന്നല്ല പറയണത്. അവനവൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകണം. ഭൂമിക്കടിയില്
ഇപ്പോഴും അല്ലെ കാണാമറിയത്ത് ടണ്ണ് കണക്കിന് സ്വർണ്ണമുണ്ട് ഇല്ലേ, ടണ്ണ് കണക്കിന് വജ്രമുണ്ട് ഇല്ലേ. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ നിങ്ങളുടെ പറമ്പിലും ഉണ്ടാവും അല്ലെ. ചില നിധികളൊക്കെ കിട്ടിയെന്ന് ഇപ്പൊ വായിക്കുന്നില്ല, നമ്മുടെ ഇടയ്ക്ക് കാണാറില്ലേ, കുഴിയൊക്കെ എടുക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റാറില്ല. അത് അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഭൂമിക്കടിയിൽ. അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അത് എടുക്കാൻ പറ്റണം, എന്നല്ലേ പറ്റുള്ളൂ. ഇതേപോലെ വിജയം അനുഭവിക്കണമെങ്കിൽ, വിജയ ലഹരി അനുഭവിക്കണമെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ നിരവധി കഴിവുകളുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ഇല്ലേ അന്തർലീനമായി കിടക്കുന്ന ആ കഴിവുകളെയാണ് ഇല്ലേ നമ്മൾ എന്താ പറയാ, ടൺ കണക്കിന് സ്വർണത്തെക്കാൾ, ടൺ കണക്കിന് ഡയമണ്ട്സിനേക്കാൾ മൂല്യമുള്ള ഇല്ലേ എത്രയോ കഴിവുകൾ, നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായി കിടപ്പുണ്ട്. അതിനെ എന്ത് ചെയ്താൽ മതി? അതിനിങ്ങനെ പുറത്തേക്ക് എടുക്കണം അല്ലെ. സ്വർണം കുഴിച്ചെടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ടാണല്ലോ തങ്കമൊക്കെ ഉണ്ടാക്കി വരുന്നത് അല്ലെ, നമ്മളെ മാലയും മുളയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനെ ശുദ്ധീകരിച്ചിട്ടാണല്ലോ വരുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ കുഴിച്ച് പുറത്തേക്ക് എടുക്കണം എന്റെ തമ്പി സാറേ. നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തെല്ലാം അപാരമായ കഴിവുണ്ട്. ഓരോ മനുഷ്യരുടെ ഇടയിലും അപാരമായ കഴിവുണ്ട്. ആ കഴിവിനെ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കുന്നില്ല പലരും. ആ സ്കില്ല് ഡെവലപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അതാണ് വിജയത്തിനുള്ള സ്പീഡ് കുറയുന്നത്. ആ കഴിവുകൾ നിങ്ങൾക്ക് സാധിക്കണം. ആ കഴിവുകളെ ആരൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ടോ, അതിനെ ആരൊക്കെ തേച്ച് മിനിക്കുന്നുണ്ടോ, അവർക്ക് എന്തായിട്ട് മാറാൻ വേണ്ടി സാധിക്കും? തങ്കമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. മനസ്സിലായ? ഈ ഇൻഡസ്ട്രിയിലെ തിളങ്ങുന്ന തങ്കമായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ കഴിവുകളെ ഇന്ന് തന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട. ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട് അപാരമായ കഴിവ്. അതിനെ കണ്ടെത്താനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് കുതിച്ചുയരുന്നത് എന്നുള്ളതാണ്. സക്സസ് ഇസ് ലൈക്ക് എ ട്രെയിൻ. സക്സസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിനെ പോലെ നമുക്ക് താരതമ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ട്രെയിനിൽ എന്തുണ്ട്? നിരവധി കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും ഇല്ലേ. അങ്ങനെയാണല്ലോ ട്രെയിൻ പോകുന്നത് അല്ലെ. കമ്പാർട്ട്മെന്റുകൾ കുറെ ഉണ്ടാവും. ഓരോ കമ്പാർട്ട്മെന്റുകളിലും ഇല്ലേ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ചില കമ്പാർട്ട്മെന്റിൽ മോഷണം നടക്കും, ചില കമ്പാർട്ട്മെന്റിൽ പിടിച്ചൂരി നടക്കും, ചില കമ്പാർട്ട്മെന്റിൽ വളരെ സന്തോഷത്തോടെ ആളുകൾ വർത്താനം പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ട് പോകും ഇല്ലേ. ശരിയല്ലേ? അതാണ് സക്സസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിനെ പോലെയാണ്. സക്സസ് ആവണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഓണസ്റ്റി ഉണ്ടാകണം. സത്യസന്ധരായിരിക്കണം. നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളിലും ചിന്തകളിലും കാര്യങ്ങളൊക്കെ സത്യസന്ധത നമുക്ക് ഉണ്ടാകണം. അതൊരു കമ്പാർട്ട്മെന്റ് ആണ്. അടുത്തെന്താണ്? കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. മനസ്സിലായ? ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. അത് വേറൊരു കമ്പാർട്ട്മെന്റ് ആണ്. പിന്നെന്താ ഉണ്ടാകണം? ഡിസിപ്ലിൻ ഉണ്ടാകണം. നാളെ 10 മണിക്ക് ഞാൻ ചേർത്തല എത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ 4 മണിക്ക് അവിടെ എത്തിയിട്ട് വല്ല കാര്യം ഉണ്ടാവും? അവരെ പാട്ടിന് പോവില്ലേ അല്ലേ? ഡിസിപ്ലിൻ ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും അച്ചടക്കം ഉണ്ടാകണം. ഓരോ കാര്യങ്ങളിലും അച്ചടക്കം ഉണ്ടാവണം. നമുക്ക് വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം അച്ചടക്കം ഉണ്ടാകണം. ഡിസിപ്ലിൻ ഉണ്ടാകണം. സത്യസന്ധത ഉണ്ടാവണം. കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ അറിയാലോ, ഉത്തരവാദിത്തം. അത് ഭയങ്കര സംഭവമാണ്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അവിടെ എത്തണം. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ കമ്മിറ്റ്മെന്റ് ഉള്ള ലീഡേഴ്സിന് മാത്രമേ ടീമിനെ ഡെവലപ്പ് ചെയ്യാനും അവരെ വിജയിപ്പിക്കാനും വേണ്ടി സാധിക്കുള്ളൂ. ചില ആളുകൾ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറും. ചില കാര്യങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അവർക്ക് വിജയിക്കാൻ പറ്റില്ല. കമ്മിറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം. ഇതൊക്കെ ഓരോ കമ്പാർട്ട്മെന്റുകളാണ്, വിജയിക്കാനുള്ള കമ്പാർട്ട്മെന്റുകളാണ്. മനസ്സിലായ? സ്കില്ലുകൾ ഉണ്ടാവണം. അതൊരു കമ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പലതരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ട്. പ്രസന്റേഷൻ സ്കില്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് അല്ലെ. ഡെമോ കാണിച്ചു കൊടുക്കാനുള്ള സ്കില്ലുണ്ട്, പ്ലാൻ പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, പല സ്കില്ലുണ്ട്. ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഷോ ദ പ്ലാൻ. ഷോ ദ പ്ലാൻ. ഷോ ദ പ്ലാൻ. ഇത്രയും നാള് നമ്മൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഷോ ദ ഡെമോ അല്ലെ. ഡെമോ വേണ്ടെന്നല്ല പറയുന്നത്. ഡെമോ കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഷോ ദ പ്ലാൻ. പല സ്ഥലത്തും സാറേ അവിടെ പ്ലാൻ ഒന്നും പറയണ്ട കേട്ടോ. ഗീതാമാടെ എന്നെ കുറെ സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു. ആ ഒരു പ്ലാൻ പറഞ്ഞ് എടുക്കൂല സാറേ. അവർക്ക് ഒന്ന് പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞാൽ മതി ഇല്ലേ. നമ്മളോട് പറയാറില്ലേ, ഷോ ദ പ്രൊഡക്റ്റ്, ഷോ ദ ഡെമോ, ഷോ ദ പ്ലാൻ. പ്ലാനാണ് കീ ഉണ്ടാക്കുന്നത് ഉള്ളില്. മനസ്സിലായ? ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങളുടെ കാശ് വിത്തിൻ ഡേയ്സ് നിങ്ങൾക്ക് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് വാങ്ങിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. എന്റെ അനുഭവത്തിലെ ഞാൻ പറയുന്നു.
അപ്പൊ ഇനി ആരൊക്കെയാണോ പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ് എന്ത് കിട്ടാൻ വേണ്ടി പോകുന്നത്? പണം വരാൻ വേണ്ടി പോകുന്നത്. ചെറുപ്പക്കാരിന് വരാൻ വേണ്ടി പോവാണ് ഇൻഡസ്ട്രിയിലേക്ക്. ചെറുപ്പക്കാർ വരാൻ വേണ്ടി നിരവധി പ്രൊഡക്ട്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള്, അല്ലെ? ഒരു വാച്ച് മാത്രം വിറ്റിട്ട് ഇവിടെ കോടീശ്വരന്മാരെ, നിരവധി കോടികൾ സൃഷ്ടിച്ച ആളുകളെ സൃഷ്ടിച്ച ഒരു കമ്പനി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലത്തെ പ്രൊഡക്റ്റ് ഇന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കണം, അവരോട് പറയണം നീ എന്ത് ജോലിക്ക് പോയാലും ഇവിടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ചാറ്റേഡ് അക്കൗണ്ടന്റ് ആക്കുന്നതിനാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യാന്ന്, അല്ലെ? പൈലറ്റിനൊക്കെ കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി വരുമാനം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കരിയർ പ്ലാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. നീ പാർട്ട് ടൈം ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യ്, ഇങ്ങനെ ഒരു അവസരമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികളെയും ചെറുപ്പക്കാരെയും നമുക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സാധിക്കും, ബയോടൂറിയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ നാവിന്റെ തുമ്പെന്ന് വരുന്ന വർത്തമാനമാണ് ആളുകളെ കൊണ്ടുവരുന്നത്. ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ പ്രൊഡക്റ്റ് ഡെമോ കാണിച്ചു കൊടുത്താൽ അവർ പ്രൊഡക്റ്റ് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കട്ടെ കേട്ടാ, ഞാൻ റിസൾട്ട് കിട്ടിയ ആരോടെങ്കിലും പറയാം, അല്ലെ? അയാൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ 100 ദിവസം വേണം, 4 മാസം കഴിയണം, എന്നിട്ട് വേണം അടുത്ത ആളോട് പറയാം. ഇങ്ങനെ പോയത് ഒച്ചിന്റെ വേഗത്തിൽ പോവോ? സോറി. അപ്പൊ ഷോ ദ പ്ലാൻ കാണിച്ചു കൊടുത്താൽ രണ്ടാളോട് കൊടുത്ത് ഇന്ന് കൊടുത്താൽ ഇത്ര കാശ് കിട്ടും എന്ന് പറയുമ്പോ അവിടെ എന്താവും? റോക്കറ്റ് വേഗത്തിൽ കുതിക്കാൻ തുടങ്ങും. അപ്പൊ ഷോ ദ പ്ലാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അപ്പൊ ഈ സ്കില്ലുകളെല്ലാം നമുക്ക്, ഇതെല്ലാം ഓരോ കമ്പാർട്ട്മെന്റുകളാണ് ഇതിനകത്ത്, മനസ്സിലായി? ഈ കമ്പാർട്ട്മെന്റ് മാത്രം ഉണ്ടായാൽ ട്രെയിൻ പോവോ? കുറെ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചാൽ ട്രെയിൻ പോവില്ല കേട്ടാ. ട്രെയിൻ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് എഞ്ചിൻ വേണം. എഞ്ചിൻ ആരാ? നിങ്ങളാണ് നിങ്ങളുടെ ട്രെയിനിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പീഡാണ് നിങ്ങളുടെ വാഹനത്തിന്റെ സ്പീഡ്. നിങ്ങളുടെ എഞ്ചിന്റെ സ്പീഡാണ് വാഹനത്തിന്റെ സ്പീഡ്. എഞ്ചിൻ തകരാറായാലോ അവിടെ നിൽക്കും ട്രെയിൻ, അല്ലേ? ഓടുക. നിങ്ങളാണ് നിങ്ങളുടെ എഞ്ചിൻ. ട്രെയിനിന്റെ എഞ്ചിൻ നിങ്ങളാണ്. നിങ്ങളുടെ സ്പീഡാണ്. സ്പീഡ് പറഞ്ഞാൽ എല്ലാത്തിലുള്ള സ്പീഡ്, നിങ്ങളുടെ ചിന്തയിലും പ്രവർത്തനത്തിലും പ്ലാനിങ്ങിലും ഗോൾ സെറ്റിംഗ്. ഗോൾ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. ഗോൾ സെറ്റ് ആണ്. സമയമില്ലാത്തവണ് നീട്ടിപ്പോന്നില്ല, നിർത്താൻ പോയി 7 മണിയായി. ഇതെല്ലാം ഓരോ കമ്പാർട്ട്മെന്റാണ്. ഈ കമ്പാർട്ട്മെന്റുകളെ ചലിപ്പിക്കുന്ന, ചലനാത്മകമാക്കുന്നത് ഈ എഞ്ചിനാണ്. എഞ്ചിൻ എങ്ങനെയുള്ളതായിരിക്കണം? ഹൈ സ്പീഡുള്ളതായിരിക്കണം. ഈ ഹൈ സ്പീഡ് ഉണ്ടാകണമെങ്കിൽ എഞ്ചിൻ എന്ത് വേണം? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ കമ്പാർട്ട്മെന്റ് എല്ലാം നല്ലത് തന്നെ, അതിൽ ഇരിക്കുന്നവരും ഒക്കെ നല്ലത് തന്നെ, അല്ലെ? എഞ്ചിൻ തകരാറായ വണ്ടി അവിടെ നിൽക്കും. പല സ്ഥലത്തും പറ്റിയൊരു പ്രശ്നമാണ്, എഞ്ചിന് തകരാറാ, ലീഡർ ശരിയല്ല, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഞ്ചിനാകണം. നമ്മൾ എഞ്ചിനാകണം. നിങ്ങൾ ഓരോരുത്തരും എഞ്ചിനാണ് നിങ്ങളുടെ ട്രെയിനിന്റെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരിക. നിങ്ങളാണ് നിങ്ങളുടെ ട്രെയിനിന്റെ എഞ്ചിൻ. ക്ലിയർ ആയോ? എത്ര വേഗത്തിൽ ഓടിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഹൈ സ്പീഡിൽ ഇത് ഓടിച്ചാൽ വേഗം വലിയ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒത്തിരി ഉദാഹരണങ്ങൾ. മുംബൈയിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുണ്ട്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വരുമാനം എത്രയായിരിക്കും ദിവസം, അല്ലെ? എത്ര കിട്ടും നമുക്കറിയാം, ഞാൻ പറയുന്നില്ല, അല്ലെ? മോശം തൊഴിലല്ല അത്, അത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ വരുമാനം കുറവായി, അല്ലെ? കപ്പലണ്ടി കച്ചവടം ചെയ്ത് കപ്പൽ വാങ്ങാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? ജീവിച്ചു പോകാം, കപ്പലൊന്നും വാങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ വീടൊക്കെ പണിയാൻ പറ്റുമായിരിക്കും. അപ്പോ അതേപോലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, സാധാ ഓട്ടോ, അദ്ദേഹത്തിന്റെ മാസ വരുമാനം എത്രയാണെന്നറിയോ? 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് അദ്ദേഹത്തിന്റെ മാസ വരുമാനം ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ട്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാണ് വേ ഓഫ് തിങ്കിങ് ആണ്. മറ്റുള്ളവർ ഓട്ടോ ഓടിക്കും പോലെ അദ്ദേഹം ചെയ്യുന്നത്. എന്നാലും 8 ലക്ഷം രൂപ വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, അല്ലേ? എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം അവിടെ വരുന്ന എംബസിയിലേക്ക്, പല സ്ഥലങ്ങളിൽ നിന്ന് അവിടെ വരും, നിരവധി എംബസികളുണ്ട് അവിടെ, പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും. അപ്പൊ എംബസിയിലേക്ക് പോകുമ്പോ, അല്ല, ട്രെയിനൊക്കെ യാത്ര ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ബാഗൊന്നും അതിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം അവരോട് പറയും, നിങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കും, അതിനുള്ള സംവിധാനം ഉണ്ടെന്ന് പറയും. അദ്ദേഹം അതിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു മുറി എടുത്ത് വെച്ചിട്ടുണ്ട്. നേരെ അവിടെ കൊണ്ടുപോകും, ഈ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കും. എന്നിട്ട് ഇവര്, അപ്പൊ അതിനൊരു ചാർജ് ഉണ്ട്. ഒരാൾക്ക് 1500 രൂപ, 1000 രൂപ ഈ റേറ്റിൽ വാങ്ങും, 2000 രൂപ ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങും. അപ്പൊ അതിന്റെ ഓട്ടോയിൽ അവിടെ കൊണ്ടുവിട്ട് ബാഗ് ഇവിടെ സൂക്ഷിച്ച് തിരിച്ചു വന്ന് ബാഗ് എടുത്ത് തിരിച്ചു കൊടുത്തു. ഇത്രേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ അവര് മുറിയെടുക്കാൻ പോകേണ്ട കാര്യമില്ല, അതിനുവേണ്ടി കൂടുതൽ കാശ് ചെലവാക്കണ്ട, അത് അന്വേഷിച്ചൊന്നും നടക്കണ്ട, ഇവിടെ വെച്ച് സാധനം കൊടുത്തു കഴിയും. വേ ഓഫ് തിങ്കിങ് ആണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓട്ടോ ഓടിക്കൽ. അദ്ദേഹം എന്ത് ചെയ്തു? വേറെ രീതിയിൽ അതിനെ
പ്ലാൻ ചെയ്തു. ഏകദേശം 8 ലക്ഷം രൂപ വരുമാനമുണ്ട്. എറണാകുളത്ത് തട്ടുകട നടത്തിയൊരു വനിതയുണ്ട്, പേര് ഞാൻ മറന്നുപോയി. നിങ്ങളൊക്കെ പത്രത്തിലും വീഡിയോയിലൊക്കെ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാ. തട്ടുകട മീൻ കച്ചവടമൊക്കെ നടത്തിയിരുന്നത്. അവരിന്ന് ആരാണെന്നറിയോ? അവരിന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്, SI ആണ് അവര്. ആലോചിച്ച് നോക്കണം നിങ്ങള്. അതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇന്ന് അവർ SI ആ. കണ്ണൂർ ഭാഗങ്ങളിൽ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നു കേട്ടാ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അറിയും, മനസ്സിലാക്കാൻ പറ്റും. ബസ് ഓടിക്കലാണ് അയാളെ പണി, ഡ്രൈവറാ, ബസ് ഡ്രൈവർ. അദ്ദേഹം ഇന്ന് ആരാണെന്നറിയോ? അദ്ദേഹം ഇന്ന് ഒരു സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അല്ലെ? ഒരു സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൾ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് കാസർഗോഡ്. ഇതാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. ഇതാണ് മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം. വിജയിച്ചവരെല്ലാം തന്നെ അംബാനിയുടെ ചരിത്രം മുതൽ, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കാൻ നിന്ന അംബാനിയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് ചരിത്രം പരിശോധിച്ചാൽ വിജയിച്ച ആളുകളെല്ലാം തന്നെ സീറോയിൽ നിന്ന് ഹീറോ ആയവർ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. സീറോയിൽ നിന്ന് ഹീറോ ആയ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, യു ആർ ദ വിന്നേഴ്സ് അല്ലെ? നമുക്ക് എന്തും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് അഭിമാനിക്കാം. നാളെ നമ്മുടെ ഒരു മലയാളി ഇല്ലേ ലോകത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി പോവാണ് നാളെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും ഇല്ലേ? വായിച്ചിട്ടുണ്ടോ? നാളെ ലോകത്തൊരു അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടി പോവാണ് ഒരു മലയാളി, അനിൽ മേനോൻ എന്ന് പറയുന്ന ഒറ്റപ്പാലൻകാരൻ. എന്താ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്? ബഹിരാകാശ യാത്രക്ക് തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം. 80 ദിവസത്തേക്ക് നാസയിൽ നിന്ന് നാളെ വിടാൻ വേണ്ടി പോവാ അദ്ദേഹത്തെ ബഹിരാകാശ യാത്രയിലേക്ക്. ആലോചിച്ച് നോക്കണം നിങ്ങള്. നമ്മുടെ മലയാളികൾ എവിടം വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ. 80 ദിവസത്തെ ബഹിരാകാശ യാത്രക്ക് തയ്യാറായിരിക്കുക. നാസ സെലക്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹം അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അല്ലെ അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു മുഹൂർത്തമാണ്. അതാണ് മലയാളിയുടെ മനസ്സെന്ന് പറയുന്നത്. ഏത് രംഗത്ത് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും, നമ്മൾ പറയാറില്ലേ ഇല്ലേ? കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ സുഹൃത്തുക്കളെ, കാലം ചരിത്രം എഴുതുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെ ലോകത്ത് തന്നെ നമ്പർ 1 ആയിട്ട് മാറാൻ ഈ കേരളക്കാർക്ക് സാധിക്കും. കാരണം മലയാളികൾ ഇല്ലാത്ത രാജ്യങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്താൽ ബയോട്ടോറിയം ലോകത്തിലെ 150 രാജ്യങ്ങളിൽ ലോഞ്ച് ചെയ്യപ്പെടുമ്പോ അവിടെയെല്ലാം തന്നെ നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാളെ ഇല്ലേ ഈ അനിൽ മേനോനെ പോലെ ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന, ഡയറക്ട് സെല്ലിംഗിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായിട്ട്, മഹാവ്യക്തിത്വങ്ങളായിട്ട് നിങ്ങൾക്ക് ഉദിച്ചുയരാൻ വേണ്ടി സാധിക്കും. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഇല്ലേ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിക്കൊണ്ട് ഒരു പാസീവ് ഇൻകത്തിലേക്ക്, റെഗുലർ പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജവും മനസ്സും ആവേശവും നിങ്ങൾക്ക് ഉണ്ടാകണം. ഗോളുകൾ സെറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ മാസം മിനിമം 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം വാങ്ങിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മാറണം. കാരണം എനി ടൈം ഫാമിലി ബോണസ് വന്നിരിക്കുന്നു. ഗോളുകൾ സെറ്റ് ചെയ്ത് ഇറങ്ങണം, അടിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പുതിയ പുതിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കുന്ന സ്ട്രോങ് ആയ പ്ലാറ്റ്ഫോമിലാണ് ഞാനുള്ളത് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് ഇത് ഏറ്റെടുക്കാനുള്ള മനസ്സും ഊർജവും ആവേശവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിജയാശംസകളോടെ ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബയോട്ടോറിയം. ബയോട്ടോറിയത്തിന്റെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ, ഹൃദയത്തിലേറ്റിയ ഈ ബയോട്ടോറിയത്തിന്റെ പവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന KBCയുടെ ചെയർമാൻ മനോജ് സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു മനോജ് സാർ. അതേ എനർജി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇന്ന് ഫീൽഡിലേക്ക് പോകുന്നു. ഇന്ന് തന്നെ നമ്മുടെ എല്ലാവരുടെയും പിക്ക് ഗ്രൂപ്പിൽ വരുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.